അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാ. ആ നിയോഗം തന്നെ ലോകത്തൊരു അത്ഭുതമായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം എവിടെ വെച്ചാണ്? 40-40 വയസ്സിലെ ഹിറാ ഗുഹയിൽ വഹീന്റെ ബോധനം കിട്ടുമ്പോഴല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് ചിരപരിചിതമായ മക്കാ നഗരത്തിൽ നിന്ന് ആമിന എന്ന മക്കയിലെ പ്രമുഖനായ ഏറ്റവും പ്രമുഖനായ അബ്ദുൽ മുത്തലിബിന്റെ സുന്ദരനായ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതിസുന്ദരിയായ ത്യാഗിയായ ഭാര്യ ആമിന റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭാശയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗത്തിന് മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം കുറിക്കുമ്പോ ഇതുപോലൊരു തിങ്കളാഴ്ച രാത്രിയിൽ, ഇതേപോലൊരു തിങ്കളാഴ്ച രാവിൽ ആകാശലോകത്ത് നിന്ന് മലക്കുകളുടെ പ്രവാഹം നൽകി മക്കയിലെ ആമിന എന്ന ഒരു പാവപ്പെട്ട ഒരു അറബി പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളില് ജീവന്റെ തുടിപ്പിന് ചലനം വെക്കുമ്പോ അതിന് മേൽനോട്ടം വഹിച്ചതാരാ? ആകാശലോകത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ ആത്മീയതയുടെ നായകന്റെ പ്രസവത്തിന് സാക്ഷ്യം വഹിക്കാൻ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി വരികയാ. നിയോഗം തന്നെ അത്ഭുതമാണ്. നിയോഗത്തിന്റെ പ്രഭവത്തിന്റെ പ്രഥമമായ പടി തന്നെ അത്ഭുതമാണ്. ആമിന എന്ന അറബി പെണ്ണ് പ്രസവിക്കാൻ പോകുന്നു റളിയല്ലാഹു തആല അൻഹ. ആമിന സാധാരണ പെണ്ണല്ല. ആമിനയുടെ ഉള്ളിലുള്ളത് ലോകത്തിന്റെ സാധാരണക്കാരിൽ അസാധാരണക്കാരനായ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആകാശലോകത്തിന്റെ മലക്കുകൾ ആനന്ദസുന്ദരരായി അവർ സന്തോഷത്താൽ ഉറക്കെ പറഞ്ഞു, ആമിനയുടെ ഗർഭാശയത്തിൽ ജീവന്റെ തുടിപ്പുകൾ വരുമ്പോ അറബ് ലോകത്തിന്റെ ഒരു കൊച്ചു വീട്ടിൽ ആയിരക്കണക്കിന് മലക്കുകൾ കാവൽ നിൽക്കുന്നു. അകത്തൊരു അറബി പെണ്ണ് ആമിന റളിയല്ലാഹു അൻഹ അവിടെ കിടന്ന് പ്രസവ വേദനയിൽ പൊളയുന്നു. പ്രസവത്തിന് മേൽനോട്ടം വഹിച്ചതാരാ? ഹബീബായ മുത്തിന്റെ നിയോഗത്തിന് മേൽനോട്ടം വഹിച്ചതാരാ? കവിയുടെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ ജിബ്രീലു റവ്വാഹും ബിഹാദത്താറൂ, ജിബ്രീലു റവ്വാഹും ബിഹാദത്താറേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ജിബ്രീൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ആകാശത്ത് നിന്ന് പിന്നെയും വരുന്നുണ്ട്. കല്യാണ വീട്ടിലെ കാര്യങ്ങൾ തിരക്കുന്ന കാരവണരെ പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മേൽനോട്ടം വഹിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസവത്തിന് മലക്കുകൾ സാക്ഷ്യം വഹിച്ചു. തിങ്കളാഴ്ച സുബഹിയോടടുത്ത നേരം, തിങ്കളാഴ്ച സുബഹിയോടടുത്ത നേരം ആ സമയത്താണ് ഹബീബു സയ്യിദു മുഅബ്ബിദു والنور من وجناته يتوكل يا رب صل. തിങ്കളാഴ്ച പ്രഭാത നേരത്തിൽ ലോകത്തോട്ട് കടന്നു വന്നു. ചരിത്രപരമായ നിയോഗത്തെ ഏറ്റെടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ സലാത്തിനും പോരാ, ഞാൻ പ്രസംഗിക്കില്ല. ഈ സലാത്തിനും പോരാ, ഇത് അനുരാഗത്തിന്റെ തൂവൽ സ്പർശമാണ്. ഇത് ഇഷ്കിന്റെ ആശിക്യങ്ങളുടെ സദസ്സാണിത്. ഞാനിവിടെ പറയുന്നത് ഇഷ്കാണ്. പക്ഷേ ബഹുമാനരായ പ്രിയപ്പെട്ട മദീനയുടെ നറുമണം മലയാള മണ്ണിലേക്ക് നൽകിയ എന്റെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്ത് സന്ദേര പൂക്കോയ തങ്ങളെ സാക്ഷി നിർത്തി എച്ചി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത പടുക്കള മുമ്പ് ഞാൻ ഒരുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാനൊന്നുകൂടി എന്റെ വിഷയത്തിന് ആമുഖമിടുകയാണ്. ഈ മഹാപാരമ്പര്യത്തിന്റെ പണ്ഡിത പലുക്കളുടെ മുമ്പ്, ബഹുമാനരായ സയ്യിദന്മാരുടെ മുമ്പ് ഞാൻ പ്രേമം പറയാൻ വന്നതല്ല, പാണ്ഡിത്യം വിളമ്പാൻ ഇന്നതല്ല വാക്കവേ. പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാൻ ഞാനൊരു സാത്വികനല്ല, പരിത്യാഗം പറയാൻ ഞാനൊരു പരിത്യാഗിയല്ല, സൂക്ഷ്മത പറയാൻ ഞാനൊരു സൂഫിയല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല, പാണ്ഡിത്യം വിളമ്പാൻ ഞാനൊരു പണ്ഡിതനുമല്ല. പിന്നെയോ ഞാൻ ആരെന്നറിയോ? ജുദലീബി അഫ്രിക കാനൽ ഫഖീറു, ജുദലീബി അഫ്രിക കാനൽ ഫഖീറു. അല്ലാഹുവേ, പാണ്ഡിത്യത്തിന്റെ ആദർശം ജീവിതത്തിലേക്ക് വരിക
വരികയും ജീവിതത്തെ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഈ മഹാപണ്ഡിത വര്യന്മാരുടെ മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ സൂഫി പണ്ഡിത പാരമ്പര്യത്തിന്റെ മുമ്പ് വഹാനൽ ഫഖീറു കർമ്മത്തിലും നർമ്മത്തിലും അറിവിലുമൊക്കെ ബാലാരിഷ്ടതകൾ പിന്നിട്ടിട്ടില്ലാത്ത വിനീതന് ഞാനൊരു പരമദരിദ്രനാണ്. വഹാനൽ ഫഖീറു ഞാനൊരു പരമദരിദ്രനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആയിഷ്കു പറയാ ഞാനൊരാശുക്കുമല്ല. എന്നാൽ സർവപാപികളും രക്ഷപ്പെട്ടത് ഇഷ്കു പറഞ്ഞിട്ടാണല്ലോ. എല്ലാവരും ജീവിതത്തിലേത് കൊടുമ്പാവിയുടെ ഹൃദയത്തിൽ ആത്മാവിന്റെ സ്വർഗത്തിന്റെ പരിമളത്തിലേക്ക് കൂടണത് ഈ ഇഷ്ക് പറഞ്ഞപ്പോഴാണല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ ഈ ചൊല്ലുന്ന സലാത്തുകൾ ഈ പറയുന്ന ഇഷ്കുകൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സുഹൃതമാക്കി നീ മാറ്റണേ അല്ലാഹ്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, പറയാനേറെയുണ്ട്. 5 മാസക്കാലം പ്രിയപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലെത്തി പാലൂട്ടുമ്പോ അന്ന് മക്കയിലെ നിയോഗം പോലെ മക്കാ നഗരത്തിന്റെ അറബ് ലോകത്തിന്റെ പരമ്പരാഗതമായ ആചാരം പോലെ നഗരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഗ്രാമാന്തരീക്ഷത്തിൽ കൊണ്ടുപോയി പാലൂട്ടി കൊടുക്കാറുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ നിയോഗം തുടങ്ങാം. ആദ്യം നിന്ന് ഈ സദസ്സിനെ സാക്ഷി വരുത്തിക്കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണേ, ആത്മാവ് തുറന്നു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ പാരമ്പര്യപ്രകാരം 5 മാസം ആമിന റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലിരുന്ന് അന്നിങ്ങ് പാല് നുകർന്ന് അവസാനം നഗരത്തിൽ ജനിച്ച കുട്ടികളെ ഗ്രാമത്തിലേക്ക് പാലൂട്ടാൻ കൊടുക്കാറുണ്ട്. ഗ്രാമത്തിന്റെ സൗരഭ്യം പഠിക്കാൻ, ഗ്രാമത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ, ഗ്രാമത്തിന്റെ ലാളിത്യം പഠിക്കാൻ, ഒരു ഗ്രാമത്തിന്റെ ലാളിത്യത്തിന്റെ സംസ്കാരം അവർക്ക് പകർന്നു നൽകാൻ അങ്ങനെ ഹലീമത്തു സഅദിയുടെ അടുക്കലേക്ക് പോവുകയാ. ആ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഹലീമത്തു സഅദിയ നമുക്ക് ചിരപരിചിതമായ സൗദി അറേബ്യയിലെ മക്കാ നഗരത്തിൽ നിന്ന് തായിഫിലേക്ക് പോകുന്ന വഴി 80 കിലോമീറ്റർ അകലെ ബനൂ സായിദ ഗോത്രം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്റെ ചാവാറായ ഒട്ടകത്തെയും പിടിച്ചുകൊണ്ട് നഗരത്തിലെ കുട്ടികൾക്ക് പാലൂട്ടി ജീവിക്കുന്ന ഹലീമത്തു സഅദിയയും അവരുടെ ഭർത്താവും ഒട്ടകവും നടക്കുകയാണ് മക്കയിലേക്ക്. ആരെങ്കിലും കിട്ടുമോ പാലൂട്ടി കൊടുക്കാൻ? ആ ഒട്ടകത്തിന് നടക്കാൻ കഴിയാത്തത് കൊണ്ട് പട്ടിണി കിടന്ന് വയറുട്ടിയ ഒട്ടകം, നല്ല ശക്തരായ ഒട്ടകമുള്ളവർക്ക് നേരത്തെ മക്കയിലെത്തി പ്രമാണിമാരുടെ ഖുറൈശി പ്രമുഖരുടെ മക്കളെ മുഴുവൻ പാലൂട്ടാൻ എടുത്തുകൊണ്ട് പോകുമ്പോ ആനന്ദത്തിന്റെ ഇഷ്ട കേൾക്കുമോ? നിങ്ങൾ ജനിച്ച ഒരു നവജാത ശിശുവിന്റെ പ്രണയം കേൾക്കുമോ? ആ ഒട്ടകത്തിന് നടക്കാൻ കഴിയാറ് അവസാനം ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന ഒട്ടകം മെല്ലെ മെല്ലെ നടന്ന് മക്കയിലെത്തുമ്പോ നേരത്തെ വന്നവരെല്ലാവരെയും കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അവസാനം ആരോ പറഞ്ഞുവത്രേ, ഒരു പാവപ്പെട്ട ആമിനയുടെ യതീമായ മോൻ അങ്ങനെ ബനൂ സായിദയിൽ നിന്ന് അന്വേഷിച്ചു വന്നപ്പോ മക്കയിലെത്തിയ പ്രവാചകന് ജനിച്ചിട്ട് 5 മാസം കഴിഞ്ഞപ്പോൾ ഒരു മേൽവിലാസമുണ്ടായിരുന്നു, അനാഥൻ. ആരും പറയുന്ന പേരതാണ്. നിയോഗത്തിന്റെ പ്രഥമഭാവത്തിലെ ആദ്യം കിട്ടിയ പേരാണ് അനാഥനാണ്. മക്കയിൽ അനാഥനായൊരു കുട്ടിയുണ്ട്, യതീമായൊരു കുട്ടി. നിയോഗം തന്നെ ഒരു അനാഥനായിട്ടായിരുന്നു. ആരോ പറഞ്ഞു പത്രം മുലയുട്ടാനെടുത്താൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ഹലീമത്തു സഅദിയ അവിടെ പോയി ആ കുട്ടിയെ കാണുന്നു. ആമിന ബീവി റളിയല്ലാഹു തആലയുടെ ചാരത്ത് പൊന്നമ്പിലെ തിങ്ങൾക്കല പുഞ്ചിരി തൂകി നിന്നതുപോലെ നൈർമല്യത്തിന്റെ മുഖഭാവത്തോടെ ആമിനയുടെ ചാരത്തൊട്ടി കിടക്കുന്ന ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഹലീമ നീ എത്ര ഭാഗ്യവതിയാണ് റളിയല്ലാഹു തആല അൻഹുന്ന. ഹലീമത്തു സഅദിയ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ്. മടിത്തട്ടിലെത്തി ആദ്യം മുലയൂട്ടാൻ
അനുരാഗം ലഭിക്കുമ്പോ നവജാത ശിശുവിന്റെ ഐശ്വര്യം ആദ്യം കണ്ടെത്തിയത് നിങ്ങളാണല്ലോ. നിങ്ങൾ ലോക ചരിത്രത്തിന്റെ പ്രമുഖയായല്ല ഹലീമ. തൃക്കരിപ്പൂരപ്പങ്ങളെ പെണ്ണാകുന്നത് ഇങ്ങനെയാണ്. അകത്ത് കയറി നോക്കുമ്പോ ഈ കുഞ്ഞിനെ കൊണ്ടുപോയാൽ ഒന്നും കിട്ടില്ലെന്ന് ഉറപ്പാക്കി ഹലീമത്ത് സൈദ് വെളിയിലോട്ട് ഇറങ്ങുമ്പോ ആ സമയത്ത് ഇറങ്ങി വരുന്ന ഹലീമയോട് ഭർത്താവ് പറഞ്ഞു, പത്ര ഹലീമ, നമ്മളിവിടെ വരെ വന്നിട്ടൊരു കുഞ്ഞിനെ എങ്ങനെ കിട്ടാതെ തിരിച്ചു പോയാൽ തന്റെ ഗോത്രക്കാര് നമ്മളെ കളിയാക്കും ഹലീമ. അതുകൊണ്ട് നീ പോയി ആ കുഞ്ഞിനെങ്കിലും എടുക്കണേ ഹലീമ. ഇങ്ങനെയാണ് മുത്തുനബി അനുരാഗമുള്ളവന്റെ ഹൃദയത്തിലെ കയറിപ്പോകൂ. ആദ്യം പോയപ്പോ അനുരാഗമുണ്ടായിരുന്നില്ല ഹലീമക്ക്. വെറും കൈയോടെ ഇറങ്ങി വന്നു. രണ്ടാമത് ഭർത്താവിന്റെ വാക്ക് കേട്ട് തിരിച്ചു കയറിയപ്പോ ഹലീമ റളിയല്ലാഹു തആല അൻഹാ ആമിന ബീവി പറഞ്ഞു, പത്ര ഹലീമ, നിങ്ങൾക്ക് ഞാൻ എന്റെ കുഞ്ഞിനെ മുല കൂട്ടിത്തരാം. പക്ഷേ നിങ്ങൾ അറിയണം ഈ ചരിത്രം ഹലീമ. 5 ദിവസം മുമ്പ് ഞാൻ പ്രസവിക്കുന്നതിന് 5 ദിവസം മുമ്പ് എല്ലാ ദിവസവും രാത്രിയിൽ ആരോ ഒരാളുടെ കാതിൽ വന്ന് പറയുന്നുണ്ട്, നിന്റെ മകനെ മുലയൂട്ടാൻ കൊടുക്കുമ്പോ ബനീസായിദത്തിന് ബക്കറിന്റെ കുടുംബത്തിനെ നീ കൊടുക്കാവൂ. രണ്ടാമത് ഉദയ്യിബ്നു ബനീ സഖീഫ് ഗോത്രത്തിനെ കൊടുക്കാവൂ. 5 ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട്, നീ നിന്റെ കുഞ്ഞിന് മുലയൂട്ടാൻ കൊടുക്കുമ്പോ ഒന്നുകിൽ ബനൂ സഈദ് ഇബ്നു ബക്കറിന് കൊടുക്കണം, രണ്ടാമത് സഖീഫ് ഗോത്രത്തിന്റെ പ്രതിനിധിക്കും കൊടുക്കണം. ഇവർക്കല്ലാതെ മുലയൂട്ടല്ലേ ഹലീമ, എന്റെ പൊന്നു കൺമണിയെ മുലയൂട്ടല്ലേ ഹലീമ. അപ്പോഴാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല പറഞ്ഞത്, ആശ്ചര്യം തന്നെ അനമിന് ബനീ സായിദ, ഞാൻ ബനൂ സായിദ ഗോത്രക്കാരിയാണ്. എന്റെ ഭർത്താവാണോ ഉദയ്യിബ്നു സഖീഫ് ഗോത്രക്കാരനുമാണ്. ആകാശലോകത്തു നിന്ന് അനുമതി പ്രകാരമാണ് ഹലീമത്തു സഅദിയുടെ വീട്ടിലേക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാണം തുടങ്ങുന്നത്. പിന്നീട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു പോയാൽ അനുരാഗത്തിന്റെ വിവരണം ഇങ്ങനെ അത്ഭുതകരമായി ആശയത്തിന് പിടികൊടുക്കാറ് അത്ഭുതകരമായി നടന്നു പോകുമ്പോ പറയേണ്ടത് പറയാൻ നമുക്ക് കഴിയാതെ പോകും. അല്ലാഹുവേ, മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണയല്ല. നമുക്ക് ചിരപരിചിതമായ മക്കയിൽ നിന്ന് 80 കിലോമീറ്റർ അകലമുള്ള ബനൂ സായിദ ഗോത്രത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഹലീമത്ത് സഅദിയയുടെ വീട്ടില് അല്ലാഹുവിന്റെ റസൂലിനെ താരാട്ട് പാടുമ്പോ ശൈമാ എന്ന പേരുള്ള 6 വയസ്സുള്ള ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹയുടെ മോള് ഹബീബായ നബി തങ്ങളെ താരാട്ട് പാടുമ്പോ ആ സമയത്ത് താരാട്ട് പാടിയ പാട്ടേരാ കൊച്ചുകാലത്തിലെ കളിത്തൊട്ടില് കിടക്കുമ്പോ സൈമാ എന്ന പേരുള്ള 6 വയസ്സുള്ള ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹയുടെ മോള് അല്ലാഹുവിന്റെ റസൂലിനെ താരാട്ട് പാടിയ താരാട്ടേതാ, യാ റബ്ബനാ അബ്ഖി അഖി മുഹമ്മദാ ഹത്താ റആഹു നാഫിഅൻ വ അംറദാ ഹദാ ഖുല്ലി ലം തലിദുഹു ഉമ്മി ഹദാ ഖുല്ലി ലം തലിദുഹു ഉമ്മി. ഹലീമത്ത് സഅദിയയുടെ 6 വയസ്സുള്ള ശൈമാ എന്ന പെണ്ണിന്റെ പാട്ടാണിത്. ഈ കളിത്തൊട്ടിൽ ചന്ദ്രനമുഖത്തെ പോലെ നാണിക്കുന്ന പ്രശോഭിതയോടെ കിടക്കുന്നതാരാ? ഇതെന്റെ കൂടെ പിറപ്പാണ്. അല്ലാഹുവിന്റെ റസൂലിന് കൂടെ കളിക്കാൻ ഒരാളില്ലാതിരുന്ന അനാടത്വത്തിന്റെ കാലഘട്ടത്ത് അങ്ങനെ ഒരു പെൺകുട്ടി താരാട്ട് പാടുകയാ. ഇതെന്റെ കൂടെ പിറപ്പാണ്. പക്ഷേലം തലിദുഹൂമ്മി, ഇതെന്റെ ഉമ്മ പ്രസവിച്ച സഹോദരനല്ല, എന്നാൽ എന്റെ സഹോദരനാണ്. ഒരു ഉമ്മ പ്രസവിച്ചതല്ലെങ്കിലും എന്റെ സഹോദരനാണ്. അങ്ങനെ വരുന്നവന്റെ മനസ്സിൽ പോലും ആനന്ദമായി കടന്നുകൂടൂ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ഈ നിയോഗത്തിന്റെ പൊരുളുകളിലേക്ക്. ആ പ്രവാചകന്റെ നിയോഗം പിന്നെ തൊട്ടിലിൽ നിന്ന് പിന്നെ കൗമാരത്തിലായി, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലായി, യൗവനത്തിൽ നിന്ന് പ്രബോധനത്തിലായി, പ്രബോധനത്തിൽ നിന്ന് പ്രതിസന്ധിയിലായി, പ്രതിസന്ധിയിൽ നിന്ന് പ്രകോപനത്തിലായി, പ്രകോപനത്തിൽ നിന്ന് പിന്നെ ദശാസന്ധികളിലായി, ആ പ്രതിസന്ധിയിൽ നിന്ന് പിന്നെ വിജയത്തിലേക്കായി, വിജയത്തിൽ നിന്ന് പിന്നെ ത്യാഗത്തിലേക്കായി, ത്യാഗത്തിൽ നിന്ന് പിന്നെ വിയോഗത്തിലേക്കായി. നാളെ അവസാനിക്കുമ്പോൾ നമ്മൾ അവിടെയാണ് എത്തുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മുതലേ നിയോഗമാണ്. ആരെന്നെയുമോ ഏറ്റവും നല്ല പിതാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല അയൽക്കാരനായി, ഏറ്റവും നല്ല ഉടമയായി, ഏറ്റവും നല്ല സൈന്യാധിപനായി, ഏറ്റവും നല്ല നേതാവായി, ഏറ്റവും നല്ല ഇമാമായി എല്ലാം മാറി നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. തൃക്കരിപ്പൂരിലെ ഈ മണൽത്തരിയിൽ ഞങ്ങൾ അറബിയിലേക്ക് കടക്കുന്ന നബിയെ എല്ലാം അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നബിയെ യാ സയ്യിദ് സാദാത് ജിതുക കാസിദാ അർജൂ ഇലാക വഹ്തമി ബിഹിമാക. ലോകത്തിന്റെ നേതാവായ നബിയെ, അല്ലാഹുവിന്റെ തിരുദൂതരെ നിങ്ങൾ ആരംഭിക്കുകയാണ്. അങ്ങയുടെ പുണ്യത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാം നശിച്ചു പോയൊരു ലോകത്ത്, രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ലോകത്ത്, അങ്ങേ വിശ്വസിച്ചവനെ 6-ാം നൂറ്റാണ്ടിലെ അബൂജഹലാണ് കൊന്നതെന്ന് അങ്ങയിലേക്ക് ആമനബിഹിയായി വന്നവന്, അങ്ങയിലേക്ക് കടന്നു വന്നവന് തിരൂരിന്റെ മണ്ണിൽ കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ ഫൈസലായപ്പോ നാളെ ഗൾഫിലേക്ക് പോകാനിരുന്നവനെ മലത്തി കടത്തി മാറിടത്തിലേക്ക് കത്തികുത്തി കയറ്റുമ്പോ നബിയെ ഇന്നും അങ്ങയുടെ സലാത്തിന്റെ ചാരത്തോട്ട് വന്നവനോട് ഇരുട്ടിന്റെ ശക്തികൾക്ക് പ്രകോപനമാണ്. അതുകൊണ്ട് എല്ലാം അങ്ങയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ തുടങ്ങുകയാണ് നബിയെ, ഞങ്ങൾ തുടങ്ങുകയാണ് നബിയെ. എല്ലാം അങ്ങയിലേക്ക് സമർപ്പിച്ചിട്ട് സമീനോ സമാൻ തുമാരേ ലിയേ, സമീനോ സമാൻ തുമാരേ ലിയേ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ, सुनियो चुना तुम्हारे लिए, जहानो बने दो जहान तुम्हारे लिए, जमीनो समान तुम्हारे लिए. കാലവും അങ്ങേ കാണി നബിയെ, ലോകവും അങ്ങേ കാണി നബിയെ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ. ഈ സ്ഥലവും അങ്ങേ കാണ്, ഭവനവും അങ്ങേക്ക്, നിവാസിയും അങ്ങേക്ക്, നിവാസിയും അങ്ങേക്ക്, ഭവനവും അങ്ങേക്ക്. ലോകത്തിന്റെ ഏതൊക്കെ പാരസ്പര്യങ്ങളുണ്ടോ അതെല്ലാം അങ്ങേ കാണി നബിയെ. അതുകൊണ്ട് നമുക്ക് ഈ സ്വലാത്തോടെ തുടങ്ങാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകത്വത്തിന്റെ ഒരു നിയോഗം ലോകത്ത് സമാനതകളില്ലാത്തൊരു നിയോഗമായിരുന്നു. തന്റെ ജീവിതത്തിൽ ആ നിയോഗം എല്ലാവർക്കും മാതൃകയായി. ഭാര്യയ്ക്ക്, ഭർത്താവിന്, ഉടമയ്ക്ക്, തൊഴിലാളിക്ക്, മുതലാളിക്ക്, മകന്, പിതാവിന് എന്ന് വേണ്ട അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ ജീവിതവുമായി സംവദിക്കുകയായി. ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ ഓരോ ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറവൻഷന്മാരെ ഉറക്കെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളാ നോട്ടുപോയ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊന്നൊരു ബഹളമാക്കണ്ട, അതൊക്കെ പോകട്ടെ. ആദ്യം അവർ നമ്മുടെ ഭക്ഷണത്തിൽ തൊട്ടു, അന്ന് നമ്മൾ മൗനികളായി. രണ്ടാമതവർ നമ്മുടെ ആദർശത്തിൽ തൊട്ടു, അന്ന് നമ്മൾ മൗനികളായി. മൂന്നാമത് അവർ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടു, നോട്ടിൽ തൊട്ടപ്പോൾ നമ്മൾ വാചാലരായി. അതാണ് പ്രശ്നം. ആദ്യം അവർ ഭക്ഷണത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ മൗനികളായിരുന്നു. രണ്ടാമതവർ ആദർശത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ മൗനികളായി. മൂന്നാമത് അവർ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ വാചാലരായി. ഇനി അവർ കഴുത്തിൽ പിടിക്കുന്നതിന് മുമ്പ് ഒത്തൊരുമിച്ച് നിന്ന് കഴിയില്ല എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ
വരാനിരിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീരുക്കളായി ഇന്ത്യൻ മുസൽമാൻ അടയാളപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും. അള്ളാഹു കൂത്തുരുമയെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയാനേറെയുണ്ട് ഈ റബീ പ്രഭാഷണത്തിൽ, പക്ഷെ എല്ലാം പറയാൻ പറ്റില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഹബീബായ നബി തങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം തിരിച്ചു വരികയാണ്. യഥാർത്ഥ ദീൻ പറയാൻ കഴിയും. ഇന്ന് നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം യഥാർത്ഥ ദീൻ എന്താണോ ആ ദീൻ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ കയ്യിൽ പിടിക്കുന്നവൻ കൽഖാബിലി അലൽ ജംബ്, തീക്കട്ട കയ്യിൽ മുറുകെ പിടിച്ചവന്റെ അവസ്ഥയിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് സമകാലീന ലോകം കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദർശനങ്ങളെ സമകാലീന സമസ്യകളുടെ പൂരണമില്ലാത്ത ലോകത്ത് അവതരിപ്പിക്കാൻ നാം ശ്രമിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. ഉറക്കെ പറയും, മുത്തുനബിയുടെ നിയോഗം എന്തായിരുന്നു? ആ നിയോഗം ഒരു പിതാവായി, ഒരു പിതാവായി, ഒരു മകനായി, ഒരു നേതാവായി, ഒരു സാമ്പത്തിക പരിഷ്കർത്താവായി ഒക്കെ അള്ളാഹുവിന്റെ റസൂലായിട്ടുണ്ട്. പ്രവാചകന്റെ സാമ്പത്തിക ശാസ്ത്രം ഇപ്പോഴത്തെ ലോകത്ത് വലിയ പ്രസക്തമാണ്. ഖുർആൻ പറഞ്ഞതായി ശരി, ഒരു സമൂഹത്തിന്റെയും ഒരു ജനതയുടെയും അടിസ്ഥാന പ്രമാണമായ സാമ്പത്തിക വ്യവസ്ഥയെ വിഡ്ഢികളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. പരിണിത ഫലങ്ങൾ അറിയാതെ സാമ്പത്തിക വ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിൽ നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ്. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമൂഹം സാമ്പത്തിക മേഖലയെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഈ അവസ്ഥ സംജാതമായത് എന്ന് ഖുർആനിക ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ സംവദിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ നോക്കിക്കാണാൻ കഴിയാതെ പോയി. എന്നാൽ അതിനേക്കാൾ മുകളിലിരിക്കുന്നവരുടെ അവസ്ഥ എന്തായി? കാലത്ത് ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ അഫ്സദൂഹാ വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല. ഒരു ഏകാധിപതി ജനാധിപത്യത്തിന്റെ സംവിധാനത്തോട് സമരസപ്പെടാൻ കഴിയാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന ഒരു ഏകാധിപതി ലോകത്ത് അധികാരത്തിൽ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല. അഫ്സദൂഹാ, ഒരു നാടിന്റെ സന്തുലിതാവസ്ഥയെ അവർ തകിടം മറിക്കും. വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല, അഭിമാനത്തോടെ ജീവിച്ചവരെ അവർ അപമാനത്തിന്റെ വക്താക്കളാവും. അവർ അഭിമാനത്തോടെ ജീവിച്ചവരെ മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടേണ്ട യാചകരായി ATM-ലോ ബാങ്കുകളിലോ ക്യൂ നിൽക്കേണ്ട അവസ്ഥയിൽ അവർ സമൂഹത്തെ പരിവർത്തിക്കുമെന്ന് ഖുർആൻ പറഞ്ഞത് നമ്മുടെ സമകാലീന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ എത്രത്തോളം ശരിയാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം എന്ന് ഞാൻ എന്റെ സമൂഹത്തോട് ഓർമ്മിപ്പിക്കാൻ. ഇനി ഈ അവസ്ഥയെക്കുറിച്ച് അപ്പുറത്തോട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. കേസെടുത്ത കുടുംബം ഒന്നാമത് കാഞ്ഞങ്ങാട് കേസിന്റെ ബഹളോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ ഒരു വലിയ വേദഗ്രന്ഥമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പതിയെ പറഞ്ഞോളാം. അള്ളാഹുവിന്റെ റസൂലിന്റെ നിയോഗം പറയുമ്പോൾ ഖുർആനിന് ഏത് സംഭവമായിട്ടും ഖുർആനെ നമുക്ക് യോജിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഖുർആനിന്റെ സാർവകാലികത. ഏതുമായും അള്ളാഹുവിന്റെ ഖുർആനാണ് ഈ പറഞ്ഞത്. സുഫഹാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന വലിയ വിഷയമാണ്. ഇപ്പൊ നമുക്ക് ആ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സുന്നത്തായ തലപ്പാവുള്ള ആളെ കാണുമ്പോൾ അറിയാതെ പറയേണ്ടി വരും, നിങ്ങളെ ഞങ്ങൾ മിണ്ടാപ്രാണി എന്ന് വിളിച്ചെങ്കിലും നിങ്ങൾ നമ്മളെ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. നിങ്ങൾ മിണ്ടാപ്രാണി നിങ്ങൾ നമ്മൾ ഒത്തിരി വിളിച്ച് കളിയാക്കിയിരുന്നെങ്കിലും നിങ്ങൾ മിണ്ടാപ്രാണിയാണെങ്കിലും മനസ്സിലൊരു വിശാലതയുള്ള ആളായിരുന്നെന്ന് ആ ഡൽഹിയിലെ പഴയ തലപ്പാക്കെട്ടുകാരനോട് നമ്മൾ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനൊക്കെ ബദലുണ്ട്, പക്ഷേ ഈ പ്രസംഗത്തിൽ ഞാൻ പറയുന്നില്ല. ഇതിന് ബദൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക ശാസ്ത്രം, അതാണ് ഇതിന്റെ ബദൽ. ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പക്ഷേ ഇത് റബീ പ്രഭാഷണമായതുകൊണ്ടും അതുകൊണ്ടാണ് ജംസ് സ്കൂള് എന്ന് പറയുന്നിടത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സമന്വയ അക്ഷര ആവിഷ്കാര വിപ്ലവത്തിന് ഈ 10 പദ്ധതികൾ കുറിക്കപ്പെട്ടു. ഇതിവിടെ നടന്നേ മതിയാവും. ജംസ് സ്കൂൾ ഇങ്ങനെയാണെങ്കിൽ എന്നെ പ്രസംഗത്തിൽ വിളിക്കാന്നൊക്കെ ഞാൻ ചോദിച്ചു, സ്കൂളിന് വേണ്ടി വന്ന് വാങ്ങു പറഞ്ഞാൽ കാശ് തരുമോ? പക്ഷെ ഇപ്പൊ എനിക്ക് വന്നപ്പോ തോന്നുന്നു ഈ സ്കൂളിന് കാശ് കൊടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആർക്കാ കൊടുക്കുക? ഇതിന് കൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടം ആഗ്രഹിച്ച ഒരു വിദ്യാഭ്യാസ മുന്നേറ്റമാണ്. അള്ളാഹു ഈ നാടിനെ അങ്ങനെ ആക്കി തരുമാറാകും.
തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചോളം വാർത്തകളിൽ ഇടം പിടിച്ച ഒരു നാട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ ഒരു കരിനിഴലുകളൊക്കെ മാറ്റി നമ്മുടെ ഈ സമൂഹത്തിന്റെ പുതുതലമുറയെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ അഖണ്ഡതയ്ക്കും നമ്മുടെ ബഹുസ്വരതയ്ക്കും നമ്മുടെ സാഹോദര്യത്തിനും വക്താക്കളാവുകയും അതോടൊപ്പം തന്നെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു ആത്മീയ ഭൗതിക സമന്വയമാക്കി മാറ്റാൻ ഈ സ്കൂൾ മുമ്പോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ദറസ് മാത്രം ഉണ്ടായാൽ പോരാ, പള്ളി മാത്രം ഉണ്ടായാൽ പോരാ. പള്ളി ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ സുബഹിക്കും ഇശാക്കും ആളുകൾ നന്നായിട്ടുണ്ടാവണം. ഒരു നാട്ടിലെ ദീൻ എന്താന്ന് ചോദിച്ചാൽ അതിന്റെ അടയാളം ആ നാട്ടിലെ പള്ളിയിൽ സുബഹിക്കും ഇശാ നമസ്കാരത്തിനും എത്ര ആളുകൾ ജമാഅത്തിൽ പങ്കെടുത്തു എന്നതാണ് ആ നാടിന്റെ ദീൻ. വേറെ ഒന്നും നോക്കണ്ട. സുബഹിക്കും ഇശായുടെയും ജമാഅത്തിന് നാട്ടിലെ പള്ളിയിൽ എത്ര പേരുണ്ടായിരുന്നു, അതാണ് ആ നാട്ടിലെ ദീൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാം നമുക്ക് പറയാം, സമയം വൈകിട്ടില്ലല്ലോ അല്ലേ? ഓരോന്നായി എന്റെ സഹോദരിമാരൊക്കെ നന്നായിട്ട് കേൾക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ആമുഖമേ പറഞ്ഞിട്ടുള്ള വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കടക്കാൻ നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ് 7 മണിക്ക് തുടങ്ങും. ഞാൻ വന്നാൽ ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ ഒരിടത്തോട്ടും പോണില്ല, ഞാൻ തൃക്കരിപ്പൂര് തന്നെയുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളെ എനിക്ക് വേറെ എടുത്തും ഇവിടെ കൃത്യം 7 മണിക്ക് മഗ്രിബ് നിസ്കരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരിക. എന്നാലേ ഒരു മിനിറ്റ്, എന്നാലേ അഷ്റഫ് ഇപ്പൊ പോകരുത്, പോകാൻ പറ്റും. എന്നെ വിളിച്ചിവിടെ കൊണ്ടുപോയിട്ട് മൂപ്പരെ മുങ്ങാൻ നിൽക്കുക. ഞാൻ കോട്ടയത്ത് നിന്നാണ് ഇന്നലെ പ്രസംഗം കഴിഞ്ഞ് ഇതുവരെ ഓടിയെത്തിയത്. അതിന്റെ ഒരു ക്ഷീണം നന്നായിട്ടുണ്ട്. എന്തായാലും ഞാൻ പ്രസംഗത്തെ പ്രകടിപ്പിക്കൂല, ആരും എഴുന്നേക്കണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സദസ്സത് നന്നായി മനസ്സിലാക്കണം. സലാത്തുകൾ ഉണ്ടാവണം. നാളെ 7 മണിക്ക് തുടങ്ങിയാലേ നമ്മുടെ അവസാനത്തെ സലാത്തിനും ദുആയ്ക്കും നമുക്ക് സമയം കിട്ടും. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ചൊല്ലുന്ന സലാത്ത്, നാളെ ചൊല്ലുന്ന സലാത്ത്, അതുകൊണ്ട് എല്ലാവരും ചൊല്ലണം. നാളെ അവസാനം നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ. ആദ്യം നബി എന്ന ഭർത്താവ്, നബി എന്ന പിതാവ്, നബി എന്ന വീട്ടുടമസ്ഥൻ, റസൂൽ എന്ന നേതാവ്, ഇതൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാണ്. അത് ഇന്ന് പറഞ്ഞാലേ നാളെ വഫാത്താണ്, നാളെ വിയോഗമാണ്. വഫാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു കണ്ണീരലിപ്പിച്ച കഥയാണ്. നാളെ വഫാത്ത് കേൾക്കാൻ നേരത്തെ വരീൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നേരത്തെ എത്തൂലേ? വീട്ടിരുന്നിട്ട് എന്ത് കഥ? ആകെ ഒരാഴ്ച 2000 റുപ്യല്ലേ കിട്ടൂ. അതിനപ്പുറത്തോട്ട് കിട്ടിയാലല്ലേ പിന്നെ അന്തിക്ക് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇതിപ്പോ ഒരു സയ്യിദ് ദുഖാനി കാജാബീടി വലിക്കാനുള്ള കാശ് പോലെ ഒരാഴ്ച കിട്ടൂല്ലെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? യഥാർത്ഥത്തിൽ ഇതാണ് പ്രശ്നം. ഇവിടെ ഇപ്പൊ എല്ലായിടത്തും പ്രതിസന്ധിയാണ്. ഞാൻ തുടങ്ങുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇരുന്ന ഞാൻ നബി എന്ന ഭർത്താവിനൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞുതരാം, നന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഇത് കേട്ടിട്ട് അതുപോലെയാവും. അവർക്ക് നിങ്ങളോട് വല്ലാത്ത പ്രേമവും ഇഷ്ടവും ഒക്കെ വർദ്ധിക്കും. അങ്ങനെയൊക്കെ വർദ്ധിക്കണമെങ്കിൽ കയ്യിലെ വള എന്റെ കയ്യിൽ തരണം. ഞാനിപ്പോ ഒരു കാര്യം, റബീഉ പ്രഭാഷണമാണ്, അൽഹംദുലില്ലാ. നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞ് തുടങ്ങാൻ നിങ്ങൾ ഇതിനോട് നന്നായി സഹകരിക്കണം. സഹകരിക്കൂലേ? കാസർഗോഡുകാർ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത്രയും ആവേശമുള്ള, ദീനിനോട് ആവേശമുള്ള ആളുകൾ വളരെ കുറവാണ് കേരളത്തിൽ. പക്ഷെ ആവേശം ചിലപ്പോൾ നബിദിനത്തിന് പട്ടാള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുടുങ്ങുന്നല്ലാതെ, ഒത്തിരി ആവേശമായി പോകുന്നല്ലാതെ ഇത്ര സ്നേഹിച്ച നക്കിക്കൊല്ലും, വെറുത്ത ഞെക്കിക്കൊല്ലും. എന്നാൽ സ്നേഹമാണ് കൂടുതലും. അവിടെ വെച്ച് റബീഇൽ ഞാൻ തുടങ്ങാം. ഇന്നലെ ഞാൻ കോട്ടയത്താണ് ഈ സമയത്ത് പ്രസംഗം ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ ഇതേപോലെ പ്രൗഢഗംഭീരമായ ഇതിന്റെ ഇരട്ടിയുള്ള ഒരു സദസ്സ്. ഒരു സഹോദരനെ കാണാമെന്ന് ഉസ്താദെ, 14 വർഷമായി കുട്ടികളില്ല. ഞാൻ അവിടെ പേപ്പർ വായിച്ചതാണ്, MFIPയുടെ ലൈവിലൂടെ എല്ലാവരും ഇത് കേട്ടതാണ്. ഉസ്താദെ, മകൾക്കൊരു വലിയ ഹാർട്ടിന് ഹോള് വന്നു.
ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചു. ഉസ്താദിന്റെ സദസ്സിന് ഞാൻ ആ സദസ്സിലിടുന്നൊരു സംഖ്യ വാഗ്ദാനം ചെയ്തു. അൽഹംദുലില്ലാഹ് ഓപ്പറേഷനൊക്കെ ഒഴിവായി. ഉസ്താദ് ഒന്ന് കാര്യമായിട്ട് ദുആ ചെയ്യണേ. ഇത് വരാതെ ഇന്നലെ ലൈവായി MFIPയുടെ ലൈവ് ഇപ്പോഴും അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് ആളുകൾ വിദേശത്തൊക്കെ. അള്ളാഹു അവരുടെയൊക്കെ ദുആകളെ അള്ളാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ അങ്ങ് അകലെയിരുന്ന അറബ് മണ്ണിലും വിദേശത്തും സ്വദേശത്തും ഇരുന്ന് കേൾക്കുന്ന സാധുക്കൾ അവരെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ ഞാൻ ആദ്യം എന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെയോ. ഹലീമത്തു സൈദിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ഒട്ടകം അങ്ങോട്ട് നടന്നു പോകുമ്പോ അതിന് വിശപ്പ് കാരണത്താൽ നടക്കാൻ കഴിയാതെ എത്രയോ ആളുകളായി ഹലീമയുടെ വീട്ടിൽ അടുപ്പ് പടർന്നിട്ട് ദാരിദ്ര്യത്തിന്റെ മടുത്തുകൾ ജീവിച്ച ഹലീമ റളിയല്ലാഹു തആല അൻഹ ആമിന ബീവിയുടെ മുത്തുമോനെ കയ്യിലെടുത്തിട്ട് ആ ഒട്ടകത്തിന്റെ മുകളിലോട്ട് കയറ്റി വെക്കേണ്ട താമസം ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പറയാ, ഞാൻ ആ കുഞ്ഞിനെ ഹലീമയുടെ കയ്യിലേക്ക് തന്നു. കയ്യിലേക്ക് എടുത്ത മുത്തിന്റെ മുഖത്തേക്ക് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് ഹലീമയോട് പറഞ്ഞു, ഹലീമ ഈ കുഞ്ഞു ലോകത്തേതോ അത്ഭുതത്തിന് നിയോഗിക്കപ്പെട്ട പൊന്നുമോനാണ്. അതുകൊണ്ടാണ് അല്ലാഹു നമ്മുടെ കയ്യിൽ ഇതിനെ ഏൽപ്പിച്ചത്. ഇത് വരാതിരിക്കുന്ന ലോകത്തിലെ ചരിത്രത്തിന് നായകത്വം കൊടുക്കേണ്ട മകനാണ്. ആ കുഞ്ഞിനെ എടുത്തു ഞാൻ അതേവരെ നടക്കാൻ പോലും കഴിയാതെ വേച്ച് നടക്കുന്ന എന്റെ ഒട്ടകത്തിന്റെ മുകളിലോട്ട് വെച്ചപ്പോ ആ കുഞ്ഞുമോന്റെ സ്പർശനമേറ്റപ്പോ അതേവരെ തണുത്ത് നടത്തുപോയ ഒട്ടകത്തിന്റെ അകടിലതാ പാല് ചുരത്താൻ തുടങ്ങി. ഇതാണ് മുത്തുറസൂൽ, ഇതാണ് മുത്തുറസൂൽ. പാല് ചുരത്താതെ ചാവാലിയെ പോലെ നടന്നുപോയ നടക്കാൻ കഴിയാത്ത ക്ഷീണിതരായ ഒട്ടകത്തിന്റെ മുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്ന നവജാത ശിശുവിന്റെ ശരീരത്തിന്റെ സ്പർശനം കിട്ടിയപ്പോ ആ ഒട്ടകത്തിന്റെ അകടിലൂടെ പാല് തുരത്താൻ തുടങ്ങി. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പറയാ, ഇത് കെട്ടുകഥയല്ല, ഇത് ഐഹികമല്ല, മാറി നിന്ന് നിരാകരിക്കണ്ട. ഇത് പ്രമാണ പ്രബദ്ധമല്ലെന്ന് പറയണ്ട. ചരിത്രത്തിന്റെ പ്രമാണങ്ങളിൽ സുന്ദരമായി രേഖപ്പെടുത്തിയ ചരിത്രമാണ് ഇത്. പ്രമാണ പ്രബദ്ധമായ ചരിത്രം തന്നെയാണ്. നിരാകരിക്കണ്ട, അതിശയോക്തി കലർത്തണ്ട. അതിലേക്ക് സ്പർശനമേറ്റപ്പോ മെലിഞ്ഞ ഒട്ടകത്തിന്റെ അകടിലൂടെ പാല് ചുമറ്റാൻ തുടങ്ങി. ഭർത്താവ് പറയുന്നു, ഞാനത് വാരിയെടുത്ത് ഒരു പാത്രത്തിലെടുത്ത് ഞാൻ എന്റെ മകന് കുടിപ്പിച്ചു, എന്റെ ഭാര്യക്ക് കുടിച്ചു, ഞാനും ആവോളം കുടിച്ചു. 80 കിലോമീറ്റർ അകലെ ബനൂ സായിദയുടെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഹലീമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുന്നത് വരെ ആ ഒട്ടകത്തിന്റെ അകടിലൂടെ പാല് ചുരത്തിക്കൊണ്ടേയിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, തൃക്കരിപ്പൂരിലെ സഹോദരി, ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും 1000 പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളെ വേട്ടയാടുമ്പോ പാതിരാ സമയത്ത് നിസ്കാരപ്പായ കണ്ണുനീര് കൊണ്ട് കുതിർന്നു അല്ലാഹുവേ അല്ലാഹുവേ എന്റെ പ്രയാസങ്ങളാരും മാറ്റിത്തരുമല്ല. എന്റെ കടങ്ങൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ മാറാരോഗങ്ങൾ, എന്റെ ആധികൾ, എന്റെ വ്യാധികൾ എവിടെയാണ് റബ്ബേ ഒരു സമാധാനം കിട്ടുക? കബ്സേ കടീഗയാ റബ്ബ് ഉമ്മീദ് കെ സഹാറേ മേരാ ദിൽ ന ജാനേ മേനെ കിസി തരഹ് സെ പുകാരേ. അല്ലാഹുവേ എവിടേക്ക് തിരിഞ്ഞിട്ട് കരയണമെന്ന് എനിക്കറിയാത്ത രീതിയിൽ നാലുപാടും തിരിഞ്ഞു നിന്ന് കരഞ്ഞ് 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 എന്റെ കണ്ണുനീര് വറ്റിപ്പോയി. അല്ലാഹ് എന്റെ മക്കൾ എന്റെ പരീക്ഷണമായോ, എന്റെ സമ്പത്ത് പരീക്ഷണമായോ. മനസ്സിന് സങ്കടമുണ്ടോ? ആ സങ്കടങ്ങൾ മാറാൻ ഒരേ ഒരു മരുന്നേയുള്ളൂ, സ്വലാത്തു അലൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വറ്റിക്കടന്ന ഒട്ടകത്തിന്റെ അകട്ടില് പാലുപാൽ ഏത് മുത്തിന്റെ സ്പർശനമേറ്റപ്പെടാണോ ആ മുത്തിന്റെ പേര് സ്വലാത്ത് എന്നിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ വരൾച്ച മാറും, പ്രയാസങ്ങൾ മാറും. അതുകൊണ്ട് എന്റെ വിഷയം അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, ഭർത്താവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, നേതാവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അല്ലാഹുവേ അല്ലാഹുവേ ഈ സ്വലാത്തോടെ
ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണയല്ല. ഈ ബഹുമുഖ പദ്ധതിക്ക് വേണ്ടി, ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി സ്വരൂപിക്കാനൊരു ബക്കറ്റുമായി സംഘാടകർ വരുന്നുണ്ട്. എല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നതിനോടുകൂടെ ഇനിയാണ് നമ്മുടെ വിഷയാവതരണം തുടങ്ങുക. ആ സ്വലാത്ത് ചൊല്ലുന്നതോടുകൂടെ ഒരാളും ഒഴിവാകരുത്, ഒരാളും ഒഴിവാകരുത്. 1000 രൂപ ആർക്കും വേണ്ട, 500 ആർക്കും വേണ്ട. കോഴി കച്ചവടക്കാരനും 1000 വേണ്ട, മത്തി കച്ചവടക്കാരനും 1000 വേണ്ട, പെട്ടി കച്ചവടക്കാരനും 1000 വേണ്ട, തൂവല്ലരിക്കാരനും 1000 വേണ്ട, അയൽപക്കക്കാരനും 1000 വേണ്ട. ആർക്കും എന്തെങ്കിലും മോനെ വേണ്ട ഒരാളുണ്ട്. നോട്ട് നിരോധനത്തിന്റെ മറിവിൽ ചില ആളുകൾ 1 ലക്ഷം കൊടുത്താൽ 75,000 തിരിച്ചു കൊടുക്കുമത്രേ, 75,000 തിരിച്ചു കൊടുക്കുമത്രേ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ടോ? 1 ലക്ഷം എന്നാൽ 10 ലക്ഷം തിരിച്ചു തരാൻ ഒരു വ്യവസായിയുണ്ട്, ഒരു മുതലാളിയുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. 1 ലക്ഷം കൊടുത്താൽ 75,000 അല്ല, 1 ലക്ഷം കൊടുത്താൽ 10 ലക്ഷം. ആ ഉടമസ്ഥനാലെന്നറിയുമോ? മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ ഫയുളാഇഫഹു ലഹു അളാഫൻ കസീറാ. ആരാണ് പടച്ചറപ്പിന് വേണ്ടി കടം കൊടുക്കാനുള്ളത്? ആരാണോ കൊടുക്കാൻ തയ്യാറുള്ളത്? ഫയുളാഇഫഹു ലഹു അളാഫൻ കസീറാ. അവന് ഞാൻ 10 ഇരട്ടിയായി തിരിച്ചു തരാം, 10 ലക്ഷം തിരിച്ചു തരാം. ഇപ്പൊ ഈ പ്രതിസന്ധിയിൽ കൊടുക്കുന്നതിന് ഏറ്റവും വലിയ പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ട് സ്വലാത്തോടുകൂടി നമ്മുടെ വിഷയാവതരണം തുടങ്ങാം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ ബിഹഖി സല്ലല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ തരാൻ കേട്ടോ. അല്ലാഹു കബൂലാക്കട്ടെ. 2000 മാഷാ അല്ലാഹ്. ഇങ്ങനെ എല്ലാവരും നോട്ട് നിരോധനമാണ്. ഞാൻ പറഞ്ഞു പരിപാടി മാറ്റിവെക്ക്. കക്കുപ്പടി അഷ്റഫിയോട് ഞാൻ പറഞ്ഞു വേണ്ട, പൈസ കിട്ടൂല, മാറ്റിവെക്ക്. ഇന്നലെ ഈരാറ്റുപേട്ടയിലാണ്. ഞാൻ പറഞ്ഞു മാറ്റിവെക്ക്. 2 ദിവസത്തെ പരിപാടി. മിനിങ്ങാന്ന് ബക്കറ്റ് ഒരു കിട്ടി 10,000 രൂപ കൂടിയ ആളുകൾ 20,000. അവര് ഉസ്താദെ തവക്കൽതു അലല്ലാഹ്. ഇന്നലെ കിട്ടിയത് ബക്കറ്റ് ഒരു 4 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ 2 ദിവസം കൊണ്ട് അവർ കൊടുത്തു. ഈരാറ്റുപേട്ടയിലെ പാവപ്പെട്ട ഗ്രാമീണ, പാവപ്പെട്ട കച്ചവടക്കാർ അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. പെണ്ണുങ്ങൾ ഇന്നലെ സ്വർണ്ണം ഊരിത്തന്നു. ഉസ്താദെ ഞങ്ങളുണ്ട് അല്ലാഹുക്ക് കടം തരാൻ പ്രതിസന്ധിയിൽ. തൃക്കരിപ്പൂരുകാർ പാവപ്പെട്ടവരാകെ 1% ഉള്ളൂ, ബാക്കിയല്ല അൽഹംദുലില്ലാഹ്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു തന്ന അനുഗ്രഹത്തെ എപ്പോഴും ഉയർത്തി പറയണം. നിങ്ങൾ അല്ലാഹു അനുഗ്രഹിച്ചൊരു വിഭാഗമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഏറ്റവും പുതിയ സംരംഭത്തിന് വേണ്ടി കൊടുക്കാൻ അല്ലാഹു കബൂലാക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരൻ വളരെ പൊക്കം കുറഞ്ഞ ആളാണ്, കൂട്ടത്തിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാണ്, സഹാബാക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുത്തതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ പ്രതിസന്ധിയുടെ സമയത്ത് റബ്ബേ ഞങ്ങൾക്ക് പ്രതിസന്ധിയില്ല, ഖജനാവ് നിന്റെ കയ്യിലാണ്. അല്ലാഹുവേ ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അവരേത് ആഗ്രഹത്തോടെ സദഖ ചെയ്യുന്നുവോ മായ പ്രതിഫലം നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ രോഗങ്ങളുള്ളവരാണെങ്കിൽ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ കടബാധ്യതകളുള്ളവരാണെങ്കിൽ കടബാധ്യത മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. ഏതൊക്കെ പ്രയാസമുള്ളവരാണെങ്കിലും അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ സയ്യിദുനാ മുഹമ്മദ് വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അതോടൊപ്പം തന്നെ സ്വലാത്ത് ചൊല്ലി എല്ലാവരും ഒരാൾ പോലും ഒഴിവാകരുത്. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത്, അത് 1000 ആകട്ടെ 500 ആകട്ടെ എന്തുവാകട്ടെ, നിങ്ങൾ അതിലേക്ക് കൊടുക്കുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ ഈ സദസ്സിൽ നിന്ന് ബറക്കത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ആമീൻ പറയുന്ന ഒരു സദസ്സിൽ സ്റ്റേജില് എന്റെ പുറകില് ധാരാളം പൗരപ്രമുഖരുണ്ട്, എന്റെ മുമ്പിലുമുണ്ട്. ഇൻഷാ അല്ലാഹ് ദറജ സാനിഅ തൈലീമിന്റെ ദറസുകൾ, നന്മയുടെ ദറസുകൾ ഒക്കെ ഇതിന്റെ കീഴിൽ നടത്തുന്നു.
ആയിരക്കണക്കിന് പണ്ഡിതന്മാർ നമ്മുടെ തൃക്കരിപ്പൂര് വന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നു. ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ആദ്യം പിരിവല്ല, ബറക്കത്തോടെ മന്ദല്ലദീ യുക്രിലുല്ലാഹ ഖർളൻ ഹസന. ഈ പ്രതിസന്ധിയുടെ സമയത്ത് എന്റെ റബ്ബിന്റെ മുമ്പിൽ അവന്റെ ഖജനാവ് വിശാലമാണ്. ഇൻഷാ അല്ലാഹ് പദ്ധതിയിലേക്ക് ഒരു 1 ലക്ഷം രൂപ അതിന്റെ കൂടെ ഞാൻ എപ്പോഴും 6666 ചോദിക്കാറുണ്ട്. 40,000-ലധികം ആളുകൾ സദഖ ചെയ്തിട്ടുണ്ട്. അഷ്റഫ് ഉസ്താദിനെ അറിയാം, മണ്ണാർക്കാടേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തന്നിട്ടുള്ളത്. എത്രയോ ആളുകൾ ക്യാൻസർ വന്നത് മാറിയിട്ടുണ്ട്. 18 വർഷമായി മക്കളില്ലാത്തവർ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒരു 1,06,666 രൂപ ഈ ഒരു പദ്ധതിക്ക് ആദ്യം ബറക്കത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഞാൻ ആദ്യം അത് വാഗ്ദാനം ചെയ്ത് പിന്നീട് കൊടുത്താൽ മതി. നമ്മുടെ വിഷയത്തിലോട്ട് നമ്മൾ തുടങ്ങാണ്. ആരാണ് ഈ സദസ്സ്? ഈ 10,000 കൂടിയ സദസ്സ്, സ്റ്റേജിലും വേദിയിലുമൊക്കെ ആദ്യം ഹബീബായ നബി തങ്ങൾ ചോദിച്ചാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയും, അന യാ റസൂലല്ലാഹ്, ഞാൻ തരാൻ നബിയെ. ഈ സദസ്സിൽ ഒരു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാകട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. ഖുലൂ തക്ബീർ, ആമീൻ പറ. ഖുലൂ തക്ബീർ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 1,06,666 രൂപ. പക്ഷേ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും യാ സയ്യിദി ഇസ്മഹൂലി മിൻ ഹളറാത്തിക്കും അലഫു അൻ നഖൂല മബഅദി. ഞാൻ ഈ പറയുന്നത് ക്ഷമാപണം തേടി ബഹുമാനനായ നമ്മുടെ പ്രിയപ്പെട്ട ഭൂക്കോയെ പോലെ പറഞ്ഞത് വെറുതെയല്ല. റബീഇന്റെ പ്രഭാഷണമാണ്, മുത്തുറസൂലിന്റെ സലാത്തിന്റെ വേദിയാണ്. ആദ്യം അതിന് അൽഹംദുലില്ലാഹ് തുടക്കം കുറിച്ചത് ആ മുത്തിന്റെ മുതുകിലൂടെ വന്ന പരമ്പരയുടെ മണ്ണിലൂടെ വന്ന് നമ്മുടെ നാട്ടില് മദീനത്തിന്റെ നറുമണം നൽകിയ മഹാനായ മദീനയുടെ കുടുംബ പരമ്പരയുടെ കണ്ണിയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാനവരുകളുടെ മക്കളെ ആ സിൽസിലയുടെ പവിത്രതയോടെ വളർത്തി അദ്ദേഹത്തിന്റെ മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവസാനം വരെ ഒരൽപ്പ നിമിഷം കൊണ്ട് സൗഹൃദം കൂട്ടുന്ന ആ പുഞ്ചിരിക്കുന്ന പൂമുഖത്തിന്റെ സുഹൃതം നീ നരനത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഈ റബീഇന്റെ സദഖ കൊണ്ട് മാറ്റി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവസാനം വരെ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു ഇൻഷാ അല്ലാഹ് രണ്ടാമതാരാ പറയാ? 1,06,666 ഈ സദസ്സിൽ പ്രഥമ ദിനത്തിൽ അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ അനുരാഗം പോലെ പറഞ്ഞത് അല്ലാഹു മരണത്തിലും അല്ലാഹു നൽകി. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സഹചാരി, ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന വ റഫീഖി ഫീഹാ ഉസ്മാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ കൂടിയ ലക്ഷക്കണക്കിന് ആളുകളെ, 10,000-കണക്കിന് ആളുകളെ ആരെങ്കിലും രണ്ടാമത് സാനിയസിനെയും നിറാകുകയിലിരുന്ന രണ്ടാമരിൽ ഒരുവന്റെ റബീഇന്റെ സദസ്സിൽ രണ്ടാമതൊരാള് 1,06,666 കൈവക്കിയാൽ മതി സദസ്സിലാണെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ, ലോകം ക്യാൻസർ വന്നത് മാറിയിട്ടുണ്ട്. മക്കളില്ലാത്തവരാണ് മക്കളെ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ തങ്ങളത് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഹബീബായ നബിയുടെ അഹ്ലു ബൈത്തിൽ നിന്നാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനൊരു തുടർച്ചയുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ഒരാൾ കൈവക്കിപ്പോ വാഗ്ദാനം ചെയ്താൽ മതി, പിന്നീട് കൊടുത്താൽ മതി. ഞാനിപ്പോ പിരിവിലേക്ക് കടക്കുന്നില്ല. ഓരോരുത്തരായി ഇൻഷാ അല്ലാഹ് ഇതൊരു വലിയ സദസ്സാണ്. ആദ്യം പറയുന്നവർ പിന്നീട് പറയുന്നതിന്റെ ഒക്കെ വലിയൊരു ബറക്കത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കും. ഒറ്റി അഹമ്മദ് ഹാജി ഒറ്റി വേണ്ട, എനിക്കറിയാം, നിങ്ങൾക്കറിയാം.
ഞാൻ പറഞ്ഞാണ് കറക്റ്റ്. ഒറ്റി അഹമ്മദ് ഹാജി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 1,313 രൂപ അസ്ഹാബുൽ ബദറിനോടുള്ള ഒരു പ്രണയത്തിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടപ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അസ്ഹാബുൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് മുഹമ്മദ് ഹാജിയുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നീ നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് ഈ വരാനിരിക്കുന്ന നന്മയുടെ സുഖത്തിന് വേണ്ടി സദഖ ചെയ്ത ആ പ്രിയപ്പെട്ട മഹാനവറുകൾ റബ്ബേ അദ്ദേഹത്തിന്റെ സമ്പത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ റബ്ബേ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. മൂന്നാമത്തെ ഒരാളോട് മൂന്നാമത്തെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നല്ലാഹ സാലിസു, മൂന്നാമത്തെ ആൾ അല്ലാഹുവാണെന്നാണ് സൂറത്ത് തൗബ പറഞ്ഞത്. അല്ലാഹു ആ പറയുന്ന സഹോദരങ്ങൾ ഒരാഗ്രഹം, വസ്തു വിൽക്കാനുള്ളവരൊക്കെ ഉണ്ട് കുടുങ്ങിക്കിടക്കണവർ, ഇൻഷാ അല്ലാഹ് ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് വിറ്റു പോകണം എന്ന നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് പറയുന്ന അല്ലാഹു ഇതുകൊണ്ട് സലാമത്താക്കി തരും, ഉറപ്പാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരൊരാൾ മൂന്നാമതൊരാൾ അതുകൊണ്ട് പറഞ്ഞു 3 നിർത്തിയാൽ തുടക്കതിനകത്ത് ബറക്കത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. അതിനല്ലാഹു ഈ മഹാസദസ് ഇത് മുത്ത് റസൂലിന്റെ സദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ ഒരാൾ മാഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. യൂസുഫ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. യൂസുഫ് ഹാജി വടക്കേക്കൂവൽ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മുറാദിനെ ഹാസിലാക്കണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഈ മഹാസദസ്സിന് മുടങ്ങിക്കേൾക്കുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മഹാനായ യൂസുഫ് ഇതൊക്കെ ബറക്കത്ത് കൊടുത്തതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂസുഫ് ഹാജിയുടെ ജീവിതത്തിൽ നീ ഐശ്വര്യത്തിന്റെ മഹാപ്രഭാകം നൽകണേ തമ്പുരാനെ. എല്ലാവിധ മുസീബത്തുകളും മാറ്റണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. മക്കളെ ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് കൺകുളിമയേകുന്ന ജീവിതത്തിൽ ഏറ്റവും നന്മ നേറുന്ന നല്ല മക്കളാക്കി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു കബൂലാക്കട്ടെ. ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരാണ്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ്, മൂന്നാമത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നാലാമത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ മഹാന്മാരായ ഖുലഫാകളുടെ ബറക്കത്ത് കൊണ്ട് ഇവരുടെ സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്നാൽ ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരാ. ഒരെണ്ണം തികച്ചേക്കാൻ നാലാമതൊരാളും കൂടെ. നാലാമത്തെ ഒരാൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവരുടെ മുറാദുകൾ ഏത് ആഗ്രഹത്തോടെ പറയുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകും. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങണം. ഇപ്പോ നാലാമത്തെ ആൾ ഇൻഷാ അല്ലാഹ് വരും. എന്റെ കൂടെ പ്രസംഗിക്കുകയാണ്. അല്ലാഹു വലിയവനാണ്. അവനാണ് 1 ലക്ഷം കൊടുത്ത 10 ലക്ഷം എടുക്കാന്ന് പറഞ്ഞ ബാങ്ക്. ആ ബാങ്കിന്റെ ശാഖ എല്ലായിടത്തും ഉണ്ട്. വലില്ലാഹി ഖസാഇനു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ഇടയിൽ മുഴുവനും ബ്രാഞ്ചുള്ള ഒരു ബാങ്കാണ് അല്ലാഹുവിന്റെ. അല്ലാഹു നിലനിർത്തി തരട്ടെ. അസൈനാരി ഹാജി ദുബൈ മാഷാ അല്ലാഹ്. ഇതാണ് തൃക്കരിപ്പൂരിന്റെ കൂടെ. ഇങ്ങനെയാണ് 3 ദിവസം തന്നെ. ഒന്നെന്തെന്നറിയോ, ഈ ഒരു സാഹചര്യത്തിൽ ആരും പിണങ്ങല്ല. ഞാൻ പ്രസംഗിക്കാതെ ചെറുപ്പക്കാരെ ഒത്തിരി പറയാനുണ്ട്. പ്രസംഗിക്കാതെ ഞാൻ അതാരും നിർത്തൂല. അതിന്റെ ഇടയിൽ ഇതും കൂടി നടക്കണം. ഈ ഒരു സാഹചര്യത്തിൽ തൃക്കരിപ്പൂരല്ലാതെ ഇത് നടക്കും, ഉറപ്പാണ്. തങ്ങളുടെ ആ ഒരു ഉദ്ഘാടനത്തിന് ബറക്കത്തിന് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അസൈനാരിയല്ലേ അല്ലേ? മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ
സാധാരണയൊക്കെ നാട്ടിലെ ആളുകൾ പ്രസംഗം തുടങ്ങുമ്പോൾ എല്ലാവരും സ്റ്റേജിമേ ഉണ്ടാവും, മെല്ലെ കായ് പോണ സമയമാകുമ്പോൾ അവർ ഇറങ്ങിപ്പോകും. ഇവിടെ ഏതായാലും എല്ലാവരും അങ്ങനെ തന്നെയുണ്ട്. അല്ലാഹുവേ ഹാജിയുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇത് ഹബീബായ മുത്തിന്റെ സലാത്തിന്റെ സദസ്സാണ്. അല്ലാഹുവേ ഈ തന്നത് നീ പാരാക്കാറ് അതിന്റെ 10 ഇരട്ടി നീ ഇഹത്തിൽ തന്നെ നൽകണേ അല്ലാഹ്. അതിലൊട്ടും കുറയാതെ ആഖിറത്തിൽ നൽകി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, ഭാര്യയിൽ, മക്കളിൽ, മാതാപിതാക്കളിൽ, കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കണേ അല്ലാഹ്. മരിക്കുന്നത് വരെ കണ്ണ് നിറയാറ്, കൽബ് പെടയാറ് അദ്ദേഹത്തിന് നീ സന്തോഷ ജീവിതം നൽകണേ റബ്ബേ. ഒരു 3 പേരും കൂടെ വേണം. 7 എന്റെ ലക്ഷ്യം. അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകളാണ്. 3 പേരും കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിന്റെ വിഷയത്തിൽ കിടക്കും. 5ാമത് ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ പരശരം സമൂഹത്തിന് മുമ്പിൽ കൈവക്കി ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം. എന്റെ സ്ഥലം വിറ്റുപോകണം, എന്റെ രോഗം വാങ്ങുന്ന നിയ്യത്തോടെ പറയാൻ. 5ാമത്തെ ആരാ പറയാ? ഇൻഷാ അല്ലാഹ് എന്റെ എല്ലാ സദസ്സുകളും ദുആ ചെയ്യും. അതുപോലെ തന്നെ സഹോദരിമാരെ, എന്റെ വിഷയത്തിലോട്ട് കിടക്കുന്നു. ഒരു വള ഇന്നലെ ഞാൻ ഈരാറ്റുപേട്ടയിൽ 1000ാമത്തെ വള തികച്ചു. 1000 വള ഇതുവരെ എന്റെ സദസ്സിൽ കിട്ടിയിട്ടുണ്ട്. 1000 വള എല്ലാ സദസ്സിലും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഉസ്താദേ, ഈ ഒരു ദീനിന്റെ ദൈവത്തിന് വേണ്ടി എന്റെ കയ്യുമേൽ കിടക്കുന്ന ഒരു വള അല്ലാഹു സ്വീകരിക്കുമാറാണ്. 5ാമത്തെ ഒരു 3 പേരും കൂടി ഞാൻ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ സദസ്സിൽ നിന്ന് ഇരിക്കുന്നവരും പൊരിക്കുന്നവരും ഒക്കെ വന്ന് നന്നായി സഹകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ സദസ്സ് നമ്മുടേതാവട്ടെ. 5ാമത്തെ ഒരാൾ അല്ലാഹു കബൂലാക്കട്ടെ. ഇന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തുടങ്ങാണ് നമ്മൾ. നാളെ 7 മണിക്ക് തുടങ്ങട്ടോ. ഇന്ന് ഇച്ചിരി നേരം വൈകിട്ട്. ആരാണ് ഹബീബായ നബിയുടെ വിയോഗമേതാ? അല്ലാഹു സുബ്ഹാനഹു വ തആല റൗള ശരീഫ് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ അല്ലാഹുവേ നീ ഞങ്ങളെ തുണയ്ക്കണേ അല്ലാഹ്. കൃഷ്ണായാനങ്ങളുടെ സംഗമഭൂമിയായ പോകുന്നവന് പോകാൻ കൊതിക്കുന്ന ലോകത്തിന്റെ കേന്ദ്രം, ആ കേന്ദ്രമാണ് മദീന. ആ മദീനയിലെ റൗള ശരീഫിന്റെ മുമ്പിലെത്തുമ്പോ ആ റൗള ശരീഫിന്റെ മുകളിൽ ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബഅലിൻ അൻ തഹബത അഅമാലുകും വ അൻതും ലാ തശ്ഉറൂൻ. പ്രവാചകന്റെ മുമ്പിൽ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഇത് ഏംഗൽസിന് ബാധകമല്ല, ഇത് മാർസിന് ബാധകമല്ല, ഇത് നെപ്പോളിയന് ബാധകമല്ല, ഇത് ഏംഗൽസിന് ബാധകമല്ല, ഇത് അലക്സാണ്ടറിന് ബാധകമല്ല. എത്രയോ രാജാക്കന്മാരെ ലോകം കണ്ടിട്ടുണ്ട്. മദീനയുടെ രാജാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ ആയത്തിറങ്ങുന്നത് എപ്പോഴെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സദസ്സിലേക്ക് ഒരു യുവാവായ സഹാബി ഓടി പറഞ്ഞു, നബിയേ ഹലക്തു യാ റസൂലല്ലാഹ്, ഹലക്തു യാ റസൂലല്ലാഹ്. നബിയേ ഞാൻ നശിച്ചുപോയി നബിയേ, ഞാൻ നശിച്ചുപോയി നബിയേ. തൃക്കരിപ്പൂരിന്റെ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആധുനിക ലോകത്തിന്റെ അസുരതകൾ മുഴുവനും ജീവിതത്തിലോട്ട് കടന്നു വന്ന് തെമ്മാടികളായി അശ്ലീലതയുടെ വക്താക്കളായി അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പോലും അവമതിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ തുടരുകയാണ് മുത്ത് റസൂലിന്റെ നിയോഗത്തെ കുറിച്ച്. ആ നിയോഗം മാറ്റമൊരു തസ്കിയത്ത് കൊടുക്കാനാണ് വന്നത്. എല്ലാവരെയും സംസ്കാരമുള്ളവരാക്കി മാറ്റാൻ. ആ സംസ്കാരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലും മാടി വിളിച്ച സംസ്കാരം ഏതെന്നറിയോ? ഒരു സഹാബി ഓടി നബിയുടെ അടുക്കലേക്ക് ഹലക്തു യാ റസൂലല്ലാഹ്,
ഞാൻ നശിച്ചുപോയി നബിയേ, ഞാൻ നശിച്ചുപോയി നബിയേ. അങ്ങനെ സ്വയം തോന്നാത്തതാണ് നമ്മുടെ വിഷയം. അവനവൻ നശിച്ചുപോയെന്ന് അവനവന് തോന്നണം. എന്റെ ചെറുപ്പക്കാരോ, ഈ റബീ പ്രഭാഷണത്തിന് ആദ്യത്തെ പ്രമേയം സമർപ്പിക്കട്ടെ. ഞാൻ നശിച്ചുപോയി, എനിക്കില്ലാത്ത ദുസ്വഭാവങ്ങളില്ല. ഞാൻ മദ്യപിക്കാറുണ്ട്, ഞാൻ പലിശ വാങ്ങിക്കാറുണ്ട്, ഞാൻ അശ്ലീലം പറയാറുണ്ട്, അത് കാണാറുണ്ട്. ഞാൻ നശിച്ചു പോയല്ലോ. എങ്ങനെ നിങ്ങൾക്കത് തോന്നാത്തതെന്താ? നിങ്ങൾക്കങ്ങനെ ചിന്തിക്കാത്തതെന്താ? ഏത് സമയത്ത് അവനവന് ഞാൻ നശിക്കാൻ തുടങ്ങി എന്ന ഒരു ബോധം വരുന്നു, അപ്പോഴാണ് യഥാർത്ഥ തസ്കിയത്തിന്റെ വഴിയിലേക്ക് നടന്നു പോവുക. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയേ ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചുപോയി നബിയേ. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സാബിത്തേ എന്ത് പറ്റി സാബിത്തേ, നീ എന്താണ് നശിച്ചത് സാബിത്തേ? തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ, സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ വ്യഭിചരിച്ചിട്ടല്ല, കള്ളു കുടിച്ചിട്ടല്ല, അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണെന്ന് പറഞ്ഞ ഒരു സ്വഭാവം എനിക്കുണ്ട് നബിയേ. ചിന്തിക്കണം, ഇനി വിഷയത്തിന്റെ മർമ്മഭാഗമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണ് എന്ന് പറഞ്ഞ ഒരു സ്വഭാവം എനിക്കുണ്ട് യാ റസൂലല്ലാഹ്. ഏതാണ് ആ സ്വഭാവം എന്നറിയോ? ആ സ്വഭാവം എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഇതാണ് മുത്ത് റസൂലിന്റെ മുമ്പിലെ തസ്കിയത്തിന്റെ നിയോഗത്തിന്റെ പരിവർത്തനം. നബിയേ, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് ആളുകളെന്നെ ഇരുത്തി പുകഴ്ത്തുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എന്നെ ആളുകൾ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമാണ് യാ റസൂലല്ലാഹ്. ഇതാണ് തസ്കിയത്ത്. കള്ളു കുടിക്കുന്നതല്ല, പലിശ വാങ്ങിക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂലേ ഖുർആൻ അത് പാടില്ലെന്ന് നിരോധിച്ചതാണല്ലോ. വലാ تحسبن الذين يفرحون بما آتوا ويحبون أن يحمدوا بما لم يفعلوا. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആളുകൾ പുകഴ്ത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് ഉപേക്ഷിക്കണേന്ന് അല്ലാഹു എന്നോട് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് മദ്യപാനത്തെ കുറിച്ചല്ല, ലഹരിയെ കുറിച്ചല്ല. അങ്ങനെ ഒരു ദുസ്വഭാവമുണ്ട് നബിയേ. ഹലഖ്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചുപോയി തിരുദൂതരേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സാബിത്തേ ഇല്ല ഇല്ല, നീ നശിച്ചു പോയിട്ടില്ല സാബിത്തേ. അമാ തറലാ, തന്റെ മുമ്പിൽ വന്നിട്ട് നശിച്ചുപോയി നാമരാതി പറഞ്ഞ അനുയായിയോട് മുത്ത് റസൂല് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, സാബിത്തേ അമാ തറലാ, നിനക്കിഷ്ടമാണ് സാബിത്തേ അന്ത തഈശു ഹമീദാ വതമൂതു ഷഹീദാ വതദ്ഖുലുൽ ജന്ന. സാബിത്തേ അന്ത തഈശു ഹമീദാ വതമൂതു ഷഹീദാ വതദ്ഖുലുൽ ജന്ന. നീ ജീവിക്കുമ്പോൾ ലോകത്ത് സ്തുതിക്കപ്പെട്ടവനായി നീ ജീവിക്കും. എല്ലാവരും നിന്നെ മാനോളം പുകഴ്ത്തും സാബിത്തേ. ശരിയാണ്, ശരിയാണ്. റൗളയുടെ മുകളിൽ ആയത്ത് കാണുമ്പോ അനുരാഗപ്രേമികൾ എന്നും പറയും ഇത് സാബിത്ത് ബിൻ ഖൈസിന്റെ പേരിലാണ്. അന്നാണ് സാബിത്ത് ബിൻ ഖൈസ് വായടച്ചിട്ട് പേടിച്ച് തന്റെ വീടിന്റെ റൂമിൽ പോയിരുന്നത്. അന്നാണ് പൊട്ടിക്കരഞ്ഞത്. അന്ത തഈശു ഹമീദാ, ഏറ്റവും സ്തുതിക്കപ്പെട്ടവനായി നീ ജീവിക്കും സാബിത്തേ. വതമൂതു ഷഹീദാ, ലോകത്തെ ഏറ്റവും രക്തസാക്ഷിയായി നീ വഫാത്താകും സാബിത്തേ. വതദ്ഖുലുൽ ജന്ന, അങ്ങനെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നീ എത്തുന്നു സാബിത്തേ. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ഇത്തിരി ഉയർന്നതാണ്. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, നബിയെ പറഞ്ഞു കൊടുക്കുക, യാ അയ്യുഹൽ
അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. ഈ ആയത്ത് ഇറങ്ങിയപ്പോ സാബിത്ത് റളിയല്ലാഹു അൻഹു പിന്നെ നിസ്കാരം വീട്ടിലായി, ആരാധനകൾ വീട്ടിലായി. ചുരുക്കി പറയട്ടെ, കേട്ട സംഭവമാണ്. അവസാന സഹാബത്ത് പോയി അന്വേഷിക്കുമ്പോ വാതിൽ മുട്ടവേ തന്റെ മുഖം വാതിൽ പടിയിലൂടെ വെളിയിലോട്ടിരുത്തിയിട്ട് സാബിത്തെ മുത്ത് റസൂൽ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇല്ല 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 ഇല്ല, ഞാൻ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വരില്ല. എന്റെ സാബിത്തെ, എന്റെ ശബ്ദം മുത്ത് റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നതാണ്. അറിയാതെ അതവ് കേടുവന്നു പോകുമോ? അനുരാഗത്തിന്റെ തീവ്രതയുടെ സ്പർശന തലങ്ങളിലേക്ക് സാബിത്ത് റളിയല്ലാഹു അൻഹു കടന്നപ്പോ അവസാന മുത്ത് റസൂലിന്റെ ചാരത്ത് വന്നു. യാ റസൂലല്ലാഹ്, ഖുർആനിൽ ആയത്തിറങ്ങിയില്ല നബിയേ, അങ്ങയുടെ ശബ്ദത്തെക്കാൾ മറ്റൊരാളുടെ ശബ്ദം ഉയരാൻ പാടില്ലെന്ന്. അത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്. ആയത്തിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. എന്റെ ശബ്ദമാണ് അങ്ങയേക്കാൾ ഉയർന്ന ശബ്ദം. എന്റെ തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ, ചിന്തിക്കാറുണ്ടോ മോനെ? ചിന്തിക്കാറുണ്ടോ മോനെ? ഖുർആനിലെ ഓരോ ആയത്ത് കേൾക്കുമ്പോഴും അതെന്നെ കുറിച്ചിറങ്ങിയതാണ്. അതെന്റെ സ്വഭാവമാണ് പറഞ്ഞത്. ആയത്തിന് പറഞ്ഞത് എന്റെ സ്വഭാവമാണ്. അങ്ങനെ ഒരു പുനർചിന്തന നടത്താറുണ്ടോ? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഓതിയിട്ടില്ലേ? എത്ര എത്ര ആയത്തുകൾ നമ്മൾ ഓതി. വവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുന്നവനാണ് വൈരെന്ന നരകമുള്ളത്. ആർക്കാണ് വൈരെന്ന നരകം? നമസ്കാരത്തെ സമയത്തെയും വിട്ടു പിന്തിക്കുന്നവന്. അല്ലാഹുവേ, ഇതെന്നെ കുറിച്ച് പറഞ്ഞ ആയത്താണല്ലോ. വാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ. സമയവും വിട്ട് അകാരണമായി ഞാൻ പിന്തിക്കാറുണ്ടല്ലോ. ഖുർആൻ ഓതിയാൽ പോരാ, ഈ ആയത്തിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. തൃക്കരിപ്പൂര കച്ചവടക്കാരാ, വൈലുൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون. തൂക്കത്തിലെ കൃത്രിമം കാണിക്കുന്നവന് വൈരെന്ന നരകമാണ്. അല്ലാഹുവേ, നീ കച്ചവടക്കാരനാണോ? ഈ ആയത്തോദിക്കുമ്പോൾ നീ ചിന്തിക്കണം, ഇതെന്നെ കുറിച്ചാണോ ഈ ആയത്തിറങ്ങിയത്? എന്നെ കുറിച്ചാണോ ഇത് പറഞ്ഞത്? ഇങ്ങനെ ഖുർആനീക ദർപ്പണത്തിലൂടെ അവനവന്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളെ കണ്ടെത്തിയിട്ട് ചിന്തിക്കുന്നവനാണ് ഖുർആൻ തസ്കിയത്ത് നൽകുക. പെങ്ങളെ, കൊൽക്കങ്ങളെ, ഫലാ തഖ്ലഇന ബിൽ ഖൗൽ. അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവേ, ഞാൻ അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാറുണ്ടല്ലോ. എന്നെ കുറിച്ചാണല്ലോ അല്ലാഹ് ഈ ആയത്തിൽ പറഞ്ഞത്. അവനവന്റെ ന്യൂനതകളെ ഖുർആനീക ദർശനം വിടത്തി പാട്ടിയ ദർപ്പണത്തിന്റെ മുമ്പ് തെളിഞ്ഞ് കാണാൻ കഴിയുമ്പോ റസൂലിന്റെ നിയോഗം പൂർത്തിയാവുകയാണ്. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഇതെന്നെ കുറിച്ചിറങ്ങിയ ആയത്താണ്. ഇത് ഇന്നെയാണ് പറഞ്ഞത്. മഹാനവറുകളെ ശബ്ദം പോലും സൂക്ഷിക്കാൻ തുടങ്ങി, ശബ്ദം പോലും ക്രമീകരിക്കാൻ തുടങ്ങി. ചുരുക്കി പറയട്ടെ, ബഅദ വഫാത്തി റസൂലില്ലാഹ്, ബഅദ വഫാത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സാബിത്ത് റളിയല്ലാഹു തആല യുദ്ധത്തിൽ പങ്കെടുക്കുകയാ. മുസൈലിമത്തുൽ കദ്ദാബിനോടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ മുസൈലിമത്തുൽ കദ്ദാബിന്റെ ആയുധബലം കണ്ട്, ആൾബലം കണ്ടിട്ട് സഹാബത്ത് മുഴുവനും പേടിച്ചോടുകയാ. ആയുധവും ആൾബലവും കണ്ട് പേടിച്ചോടുമ്പോ പേടിച്ചോടുന്നത് മുസ്ലിമിന്റെ പാരമ്പര്യമല്ല. മഹാനായ സാബിത്ത് റളിയല്ലാഹു തആല എന്ത് ചെയ്തെന്നറിയോ? സഹാബാ, നിങ്ങൾ എവിടേക്കാണ് പേടിച്ചോടുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ യുദ്ധം ചെയ്തത് ഇങ്ങനെയായിരുന്നില്ല. ഞങ്ങളുടെ പരുന്തുകൾ വന്ന് ഞങ്ങളുടെ മാംസങ്ങൾ കൊത്തിപ്പറിച്ചിട്ടും മുത്ത് റസൂലിനെ വിട്ടിട്ട് ഞങ്ങൾ ഓടിയിട്ടില്ല. പിന്നെ നിങ്ങൾ എവിടേക്ക് പേടിച്ചോടുന്നു സഹാബാ? സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അടുത്ത് നിന്ന രണ്ട് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് എന്നിട്ട് പറഞ്ഞു, സയ്യിദേ, ഈ മരുഭൂമിയിൽ യുദ്ധപ്പറമ്പിൽ
ഒരു കുഴി കുടിക്കുക. വാൾത്തലപ്പുകൾ നിരന്തരം അവിശ്രാമം മിന്നിത്തിളങ്ങുന്ന ഈ യുദ്ധപ്പറമ്പിൽ എന്തിനാണ് കുഴി കൊടുക്കുന്നത്? ഒരു കുഴി കുടിച്ചതാ. അറിയോ ചെറുപ്പക്കാരാ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ പാരമ്പര്യത്തിന്റെ ഇന്നലകളുടെ കനൽപ്പദങ്ങളിലൂടെ നടന്നുപോയ സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞത്. ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ യുദ്ധപ്പറമ്പിൽ കുഴി കുടിച്ചു. സാബിത്ത് റളിയല്ലാഹു തആല ഉടവാളും പിടിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി നിന്നു. എന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സയ്യിദേ, എന്റെ കാൽമുട്ട് വരെ മണലിട്ട് മൂട് സയ്യിദേ. മണലിട്ട് മൂടപ്പെട്ടു. എന്തേ സാബിത്ത്? ശത്രുക്കൾ പാഞ്ഞു വരുമ്പോ എന്റെ ശരീരം പിന്തിരിഞ്ഞോണാ പറയുമ്പോ ഓടാപെട്ടാടെ കാൽമുട്ടുകളോളം കുഴി കുടിച്ചിട്ട് മണ്ണ് നിറച്ചു വെച്ച് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് യുദ്ധം ചെയ്ത് ശഹീദായി മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അഭിനവകാല സമൂഹത്തിനോട് മുത്തറസൂലിന്റെ നിയോഗം വരുമ്പോ എതിരാളികൾ ആയുധം കാണിച്ച് ആൾബലം കാണിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുമ്പോ, ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോ സമസ്തയുടെ മക്കളെ വിളിച്ചു പറയണ പേടിപ്പിക്കണ്ട, വാറോല കണ്ടിട്ട് ഭയപ്പെടുത്തണ്ട, ഒളിഞ്ഞോടുമെന്ന് പിന്തിരിഞ്ഞോടുമെന്ന് കരുതയിട്ട് മരുഭൂമിയിൽ കുഴി കുടിച്ചിട്ട് മണലിട്ടിട്ട് യുദ്ധം ചെയ്ത ഒരു സമുദായത്തിന്റെ പിന്തുണക്കാരാണ് നമ്മൾ. ഇതെന്തിനു വേണ്ടിയാണ്? ഇത് ലോകത്തെ ശാന്തി വിധിക്കാനല്ല, ഇത് സൗഹാർദ്ദം തകർക്കാനല്ല. ഇത്തിബാഉ സുന്നത്തിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തുടങ്ങട്ടെ നാട് ഭീരുക്കളാവാതെ ധൈര്യവാന്മാരായി നിൽക്കാൻ ലോകത്തോട് പറഞ്ഞ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷകരായി നിൽക്കാൻ, എന്നെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല. നമുക്ക് ആൾബലമല്ല വേണ്ടത്, ആദർശത്തിന്റെ ബലമാണ് വേണ്ടത്. സുന്നത്തിന്റെ പിൻബലമാണ് വേണ്ടത്. അതുകൊണ്ടല്ലേ ഫലസ്തീനുകളെ തകർക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഫലസ്തീൻ കണ്ടിട്ടുണ്ടോ? ഇസ്രായേലിന്റെ മധ്യഭാഗത്തുകൂടി ഫലസ്തീൻ ഒരു മതിൽ പണിതിട്ടുണ്ട്. ആ മതിൽ ധാരാളം ആളുകൾ അറബി ലിപിയിൽ അവരുടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ വീടുകളെ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ മുകളിലൂടെ മതിൽ കെട്ടുമ്പോ കഴിഞ്ഞ എന്റെ യാത്രയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ജനാല തുറന്നിട്ട് വെളിയിലോട്ട് നോക്കുമ്പോ ഇസ്രായേലിനെയും ഫലസ്തീനെയും വെട്ടിമുറിക്കപ്പെട്ട ദീർഘമായ മതിൽ, ഓരോ മീറ്ററിന്റെ ഉള്ളിലും അവിടെ പണ്ട് താമസിച്ച ആളുകൾ അവരുടെ അനുഭവം എഴുതി വെച്ചിട്ടുണ്ട്. അവരെഴുതി വെച്ചത് എന്തെന്നറിയോ? ഞാമെല്ലാം വായിച്ചു നോക്കുമ്പോ ഒരു പെൺകുട്ടി എഴുതി വെക്കുകയാ, രാത്രിയിൽ എന്റെ ഉപ്പാന്റെ ഉമ്മാടെ ചാരത്തിരുന്ന് എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം വാരിക്കൊടുത്തപ്പോ ഇസ്രായേലിന്റെ ബുൾഡോസറുകൾ പാഞ്ഞു വന്നു. അരുതേന്ന് നിലവിളിക്കുന്നതിന് മുമ്പ് വികലാംഗനായ എന്റെ പിതാവിന്റെ ശരീരത്തിലൂടെ ബുൾഡോസർ കയറിയിറങ്ങി. ഒരൽപ്പം കഴിഞ്ഞാ തിരിഞ്ഞു നോക്കുമ്പോ പോയ ബുൾഡോസറിന്റെ ഭീമാകാരമായ ബുൾഡോസറിന്റെ രണ്ട് ടയറുകള്, ഒരു ടയറിന്റെ ഉപ്പയും മറ്റേ ടയറിൽ തൊട്ടു മുമ്പ് വരെ എന്റെ കയ്യിലിരുന്ന് അമ്മിന്ന് കുടിച്ചെന്റെ പൊന്നു മക്കളുടെയും ശരീരം ചതഞ്ഞനഞ്ഞിരിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയോട് എന്റെ വാപ്പയുടെയും എന്റെ രണ്ട് പിഞ്ചു മക്കളുടെയും ചതഞ്ഞരഞ്ഞ ശരീരത്തിന്റെ മുകളിലാണ് ഈ മതിൽ പണിയപ്പെട്ടതെന്ന് ഫലസ്തീനിന്റെ കഥ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചിട്ടും. ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു ബോംബിട്ടാൽ പിന്നെ അത് പല ബോംബുകളായി ചിതറിത്തെറിച്ചു പോകും. ഒരു ബോംബ് കൊണ്ടൊരു നാടിനെ തകർക്കാൻ കഴിയുന്ന ക്ലസ്റ്റർ ബോംബുകൾ വെക്കുമ്പോഴും അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രായേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ കരിങ്കല്ല് ഉപയോഗിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ ഫലസ്തീൻ മക്കൾക്ക് പ്രചോദനം കൊടുത്തതാ. അതവരുടെ ആൾഫലമല്ല, അതവരുടെ ആയുധമല്ല. അതേതന്നെ അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ കൊളുത്തിക്കൊടുത്ത വിപ്ലവത്തിന്റെ വീര്യമാണത്, സമാധാന വിപ്ലവത്തിന്റെ വീര്യമാണത്. ഏറെ പറയുന്നില്ല ഞാൻ. ആ ഒരു സിയാറത്ത് വേളയിൽ സഹാബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ ഒരു 10 വയസ്സുള്ള ഫലസ്തീനി ബാലൻ ഒരു സ്കൂൾ ബാഗ് തൂക്കിയിട്ട് മെല്ലെ നടന്നു പോവുകയാ. എന്റെ കൂടെ എന്റെ ഗ്രൂപ്പ് അംഗങ്ങളും കൂടെയുണ്ട്. ആ പൊന്നുമോൻ ഇങ്ങനെ ദുഃഖം വിനീപിച്ച കരിമാളിച്ച മുഖവുമായി അവന്റെ മുഖം കണ്ടാലറിയാം അവന്റെ ഹൃദയം കണ്ണുനീരാണെന്ന്. ആ കണ്ണുനീരാണല്ലോ സാഹിത്യത്തിന്റെ നോബൽ സമ്മാനം നേടിയ ബോബി ഡീലൻ പാടിയതുപോലെ പുഞ്ചിരിക്കുന്ന മുഖത്തിന്റെ ഉള്ളിൽ ഒരു കരയുന്ന ഹൃദയമുണ്ടെന്ന് ആർക്കാണ് മനസ്സിലാവാൻ കഴിയാത്തത്? സാഹിത്യ സമ്മാന നേതാവായ ബോബി ഡീലന്റെ വാക്കുകളാണിത്. ആ കുഞ്ഞിന്റെ മുഖം കണ്ടാലറിയാം അവന്റെ മനസ്സിൽ കരിമാളിച്ച ദുഃഖമുണ്ട്. അവനോട് ഞാൻ ചോദിച്ചു, മോനെ എന്റെ
എന്റെ വാപ്പ എവിടെ? എന്നെ അടുത്തുകൂടി തോളിലൂടെ കൈയിട്ടിട്ട് ഞാൻ ചോദിച്ചു, മോനെ നിന്റെ ഉപ്പ എവിടെ? 10 വയസ്സുകാരൻ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ആകാശത്തേക്ക് വിരലുയർത്തിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ലാ, ഇലാ റഹ്മത്തില്ലാ. എന്റെ വാപ്പ അല്ലാഹുവിന്റെ റഹ്മത്തായ സ്വർഗത്തിലേക്ക് പോയി. കണ്ണ് നിറഞ്ഞു പോയി. 10 വയസ്സുകാരന്റെ മറുപടി, എന്റെ വാപ്പ മരിച്ചെന്നല്ല, എന്റെ വാപ്പ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയി. കുഞ്ഞുമോനെ നിന്റെ ഉമ്മ എവിടെ? എന്റെ ഉമ്മ ഇലാ മയ്യബി. എന്റെ വാപ്പ പോയ സ്വർഗത്തിലേക്ക് എന്റെ ഉമ്മയും പോയി. എന്റെ വാപ്പയെയും ഉമ്മയെയും ഈ കാമാലികൾ കൊന്നുകളഞ്ഞു. AK-47 ചൂണ്ടി നിൽക്കുന്ന ഇസ്രയേൽ പട്ടാളക്കാരന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് റോഡിന്റെ മറുഭാഗത്ത് നിൽക്കുന്നവനെ രോഷത്തോടെ വിരൽ ചൂണ്ടിയിട്ട് അവൻ പറഞ്ഞു, ഇവരെന്റെ ഉമ്മയെയും ഉപ്പയെയും കൊന്നുകളഞ്ഞു. എന്റെ 2 സഹോദരങ്ങളെ ജയിലിൽ പിടിച്ചിട്ടു. ഇനി ഇവര് പുറം ലോകം കാണില്ല. ഞാനിവിടെ ഫലസ്തീനിൽ ഒറ്റക്കാട്. 10 വയസ്സുകാരനായ ബാലന്റെ കഥന കേട്ടപ്പോ ഞാനവന്റെ തോളിലൂടെ കൈയിട്ടിട്ട് എന്റെ ഒരു അഹങ്കാരമായിരിക്കാം അവനോട് പറഞ്ഞു, മോനെ ഫലസ്തീനിൽ നിനക്കാരുമില്ലല്ലോ, നീ എന്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്നാൽ നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് ഡോക്ടറാക്കാം, നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് എഞ്ചിനീയറാക്കാം. വരുന്നോ കുഞ്ഞ്? സ്നേഹത്തോടെ വിളിച്ചപ്പോ അവന്റെ ഭാവം മാറി. തോളത്തിട്ട എന്റെ വലത്തേക്ക് അവൻ ബലമായി തട്ടിമാറ്റിയിട്ട് എന്റെ മുഖത്തോട്ട് നോക്കിയിട്ടൊരു ചോദ്യം ചോദിച്ചു, നിന്റെ കൂടെ വന്നാൽ ഇന്ത്യയിൽ വന്നാൽ എഞ്ചിനീയർ ആവാനല്ലേ പറ്റൂ, ഡോക്ടർ ആവാനല്ലേ പറ്റൂ, നിന്റെ കൂടെ വന്നാൽ ഷഹീദാവാൻ പറ്റില്ലല്ലോ, നിന്റെ കൂടെ വന്നാൽ ഷഹീദാവാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ എന്റെ വാപ്പ ഷഹീദായി പോയ സ്വർഗത്തിലേക്ക് ഷഹീദാവാനാണ്, ഞാൻ ഷഹീദാവാനാണ്, ഞാൻ ഈ ഫലസ്തീനിൽ ജീവിക്കുന്നതെന്ന് 10 വയസ്സുകാരൻ പറയുമ്പോ, പൊന്നുമോനെ 10 വയസ്സുകാരന്റെ ആഗ്രഹമേടാ, എനിക്ക് ഷഹീദാവണം, ഷഹീദാവണം. അതുകൊണ്ട് സത്യമതത്തിന്റെ ദീനിലോട്ട് കടന്നു വന്നിട്ട് പ്രവാചകന്റെ വെളിച്ചത്തെ ആഗ്രഹിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ ജീവിക്കുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് മതപരിവർത്തനമല്ല, ബലപ്രയോഗമല്ല. റിയാദിലെ ദീർഘകാലം ജോലി ചെയ്തപ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് തന്റെ കൂട്ടുകാരുടെ പെരുമാറ്റം കണ്ട് ഇസ്ലാമെന്ന പ്രകാശത്തിലോട്ട് കടന്നു വന്ന തിരൂരിലെ കൊടുങ്ങിയിലെ കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ ഫൈസലായി ജീവിതത്തിലേക്ക് വന്നപ്പോ റിയാദിൽ നിന്ന് മുസ്ലിമായി സുന്നത്തുണ്ടായി ജീവിതത്തിൽ നിട്ടയോടെ ജീവിച്ച് ഈ തിരൂരിലെ കൊടുങ്ങിയിൽ വന്ന് തന്റെ ഭാര്യയോടും മക്കളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വെറും 2 വർഷം കൊണ്ടല്ലാതെ സ്വർഗത്തിന്റെ ഉടമയായി. ഇന്ന് റിയാദിലേക്ക് പോകാനിരുന്ന പാവപ്പെട്ട ഫൈസലിന് ഇരുട്ടിന്റെ മറവിലിരുന്ന് അവന്റെ കരുത്തിലെ താങ്ങ് വെട്ടിയിട്ട് കൊടൽമാല വെളിയിലോട്ടിറക്കിയ കാപാലികന്മാരെ, വിശ്വാസിയെ നിനക്ക് വധിക്കാൻ കഴിയൂ, വിശ്വാസത്തെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുത്തറസൂലിന്റെ ഈ സദസ്സിൽ ചിതഞ്ഞിരിഞ്ഞു പോയ 3 പൊന്നുമക്കളാണ് മോനെ. 2 വർഷം കൊണ്ട് അനിൽകുമാർ ഫൈസലായപ്പോ 2 വർഷം കൊണ്ട് അയാൾ മുസ്ലിമാക്കിയത് 4 പേരെയാ. തന്റെ 3 മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും 2 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തന്റെ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിന്റെ സത്യപാതയിലെപ്പിച്ചിട്ട് ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകത്വത്തിന്റെ വചനം പറഞ്ഞിട്ട് കൊടിഞ്ഞി പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഖബറടക്കിയ ഫൈസലിന്റെ വിങ്ങിപ്പെട്ടുന്ന പൊന്നു ഭാര്യ ജസനയോട് റസൂൽ സദസ്സിൽ പറയാ, നടന്നു പോകുന്ന വഴിയെ റസൂലിന്റെ നിയോഗം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുന്ന വഴിയെ ഈ തപ്പന മരത്തില് തങ്ങളുടെ പൗരാണികമായ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമായപ്പോ ഈ തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് ചാട്ടവാറിന്റെ അടിയേറ്റ് ശരീരത്തിലൂടെ രക്തം കണ്ടല്ലാ തുടങ്ങുമ്പോ രക്തത്തിൽ കുളിച്ചിട്ട് ഈ തപ്പന മരത്തിൽ കിടന്ന ഭാര്യയെയും ഭർത്താവിനെയും മകനെയും കണ്ടപ്പോ അവരോട് യാസിർ കുടുംബമേ ക്ഷമിക്കണേ, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾ കാണും പടച്ച
പറപ്പിന്റെ സ്വർഗമുള്ളത്. അവരോട് യാസർ കുടുംബത്തോട് മുത്ത് റസൂൽ പറഞ്ഞ ഈ തപ്പന മരത്തിൽ കെട്ടിയിടപ്പെട്ടിട്ട് ചാട്ടവാറിന്റെ പ്രഹരങ്ങളേറ്റ് പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടുവരക്കുമ്പോഴും വികാരധാരയിൽ നിന്ന് ഒരൽപ്പം പോലും പിന്നോട്ട് വരാത്ത യാസറിന്റെ ഭാര്യയോട് പറഞ്ഞ ഒരേ ആശ്വാസത്തിന്റെ വാക്ക് ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് പറയാ, ഫൈസലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ജസനി എന്ന പേര് സ്വീകരിച്ച പ്രിയപ്പെട്ട മുഅ്മിനത്തായ പെണ്ണിനോട് നാളെ 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് നീ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ നിന്റെ കൈയും പിടിച്ചിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ഈ അടുത്ത സമയത്ത് ഫൈസൽ എന്ന അനിൽകുമാർ ഫൈസലായി. ഫൈസൽ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു പത്ര സന്തോഷത്തോട്, ഞാനിനി സ്വർഗത്തിലാ. ഇസ്ലാമിലേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും എതിർത്ത് പല ആളുകൾ വധഭീഷണി മുടക്കിയപ്പോ ഫൈസൽ പള്ളിക്കലെ ഇമാമിനോട് പറഞ്ഞു, തന്നെ അവർ കൊന്നാലെന്താ, ഞാൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലല്ലേ, ഞാൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലല്ലേ. മുഅ്മിനീങ്ങളെ, 2 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവന് സ്വർഗം ഉറപ്പിച്ചിട്ട് ഷഹീദായി മരിക്കാൻ കിടന്നുവെങ്കിൽ അല്ലാഹുവേ, അല്ലാഹുവേ, പരമ്പരാഗത മുസ്ലിമീങ്ങളായി നാം ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊരു സ്വർഗം ഉറപ്പിച്ചിട്ട് മരിക്കാൻ കഴിയുമോ? മുത്ത് റസൂലിന്റെ നിയോഗത്തെ കുറിച്ച് പറയുമ്പോ ആ സ്വർഗലോകത്തോട്ട് കടന്നു പോകാൻ ഫൈസലിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിൽ നമുക്കും പങ്കാളികളാവാ. അല്ലാഹുവേ, ഷഹീദ് യാസറിനെ കൊടുത്ത തിരൂരിൽ 40 പേരെ മുസ്ലിമാക്കുണ്ട്. റോഡിലൂടെ നടന്നു പോകുമ്പോ തന്റെ വീട്ടിലേക്ക് കഞ്ഞിവെള്ളം ചോദിച്ചു വന്നവന് ഇസ്ലാം പറഞ്ഞു മുസ്ലിമാക്ക് കൊടുത്ത തിരൂരിലെ യാസറിന് വഴിയരികിലേക്ക് നിഷ്ഠൂരമായി കൊട്ടിവെട്ടിക്കൊന്നവർക്ക് നീതിപീഠം വെറുതെ വിട്ടപ്പോ അവർക്ക് ആവേശമായി ആരെ കൊന്നാലും നീതിപീഠത്തിൽ രക്ഷപ്പെടാമെന്ന അവസ്ഥ വന്നപ്പോ തിരൂരിന് നഷ്ടപ്പെട്ടത് ഫൈസലിനെയാണ്. യാസറിന് ശേഷം ഫൈസലിന് ഇല്ല ഇല്ല, വിശ്വാസിയെ കൊല്ലാൻ കഴിയും, വിശ്വാസത്തെ കൊല്ലാൻ കഴിയില്ല. ഇത് റോമയുടെ മുകളിൽ കയറിയ വിശ്വാസമാണ്, ഇത് കിസ്രയെ തകർത്ത വിശ്വാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരായി മാറുക? സുന്നത്തിന്റെ പേര് മുസ്തഫ ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിലൂടെ നടക്കുക. ഏറ്റവും നല്ല നേതാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല മകനായി. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ നീ ആ ജീവിതത്തിന്റെ മുഖ്യപ്രവാചകന്റെ ജീവിതത്തിന്റെ ദർശനത്തിലൂടെ നിങ്ങളെ നടത്തണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ ആ ജീവിതത്തിൽ നീ നടത്തണേ അല്ലാ. ആ നിയോഗമാർക്കൊക്കെ മുത്ത് റസൂലിന്റെ കുടുംബം പട്ടിണിയിലായി. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ആമീൻ പറ. സമയായോ? സമയായോ? അതാണ് എല്ലാവരും ഉണ്ടായിരിക്കും. നമുക്ക് നിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു വിഷയം പറയുമ്പോൾ ഒരു തലങ്ങളിലേക്ക് പോകണം. അല്ലാഹു നമുക്ക് പ്രയോജനം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് പ്രയോജനം നൽകട്ടെ. അല്ലാഹു നമുക്ക് പ്രയോജനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക സലാത്തിലേക്ക് ആര് എഴുന്നേറ്റത്? നബിയങ്ങളുടെ ഇത് പകലിന്റെ സദസ്സല്ല. അവിടെ കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. ഇത് നബിയങ്ങളുടെ സലാത്തിന്റെ സദസ്സാണ്. അവസാനം എഴുന്നേറ്റ് നിന്ന് നമുക്ക് സലാത്ത് വരണം, എന്നിട്ട് പിരിയാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. വലിയ അവസരങ്ങളൊക്കെ ഉസ്താദന്മാരൊക്കെ കയറ്റി ഉസ്താദാണ് എനിക്ക് വെള്ളം എടുത്ത് തരണം. അള്ളാഹുവിന്റെ ബറക്കത്ത് തരട്ടെ. യോഗ്യതയല്ല, അള്ളാഹുവിന്റെ ബറക്കത്ത് തരട്ടെ. മാ വസല മൻ വസല ഇല്ലാ ബിൽ അദബ്. ഒരു പദവിയിൽ ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അദബ് കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് അദബ് തരട്ടെ. എല്ലാവരും അവിടെ തന്നെ എനിക്ക് ഒരു 10-15 മിനിറ്റ് ഉഷാവും. എന്തായി 11 ഞാൻ തമാശ ഒന്നും പറയാത്ത സദസ്സിന്റെ ഗൗരവം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 11 കാലം അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ നിയോഗത്തിന്റെ ഇപ്പൊ സമകാലീന സമൂഹമായിട്ട് നടക്കണ ഒരു കാര്യം മാത്രം പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ എല്ലാവർക്കും സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രത്യേകിച്ച് ഒരു കാസർഗോഡ് ജില്ലയാണ്. എല്ലാവരും ഒരു വലിയ ആരോപണമുണ്ട്.
ഞാൻ ഒരർത്ഥത്തിൽ നോട്ട് നിരോധത്തെ അനുകൂലിക്കുന്നു. ഒരർത്ഥത്തിൽ കാണിച്ചത് ശുദ്ധ മണ്ടത്തരത് വേറെ കാര്യം. പക്ഷേ കാലാകാലങ്ങളായി കോഴിക്കോടെയും കാസർഗോഡെയും മാപ്പിളമാരുടെ മച്ചിലും വേപ്പുറത്തും കട്ടിലിന്റെ അടിയിലും കുറെ കള്ളപ്പണം ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും എല്ലാവരും ബാങ്ക് ഇട്ടല്ലോ, അപ്പൊ അറിയാം ആരുടെ കയ്യിലുണ്ടായിരുന്നു. കുറെ നാളായി ന്യൂനപക്ഷ സമൂഹത്തെ ഭീതിപ്പെടുത്താണ്. അവരെ കട്ടിലിന്റെ കീഴെയും അവരെ മച്ചിന്റെ മുകളിലൊക്കെ കള്ളപ്പണമുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹവാലയുണ്ട്. ഇപ്പൊ ഏതെല്ലാവരും ബാങ്കിൽ കൊണ്ടിട്ടല്ലോ. ഇനി അറിയാം കണക്ക് വരട്ടെ ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ചില മണ്ടത്തരം നമുക്കൊരു ആശ്വാസവുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസ്ഥയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ വിട്ടുകളയരുത്. എന്താ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഇൻഷാ അല്ലാഹ് നാളെ വഫാത്താണ്, അതിനോടനുബന്ധിച്ച് ഇതിന്റെ ബാക്കി കൂടെ ഞാൻ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങളെന്താ മടുത്തുപോയോ? മടുത്തോ? നാളെ ഇൻഷാ അല്ലാഹ് ഈ സദസ്സൊരു അല്പം കൂടെ കയറ്റിയിടും. ഇത്രയും ദൂരം വന്നാൽ പറ്റൂല, എനിക്ക് തീരെ പറ്റൂല. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമാപന സദസ്സാണ്ട് ഇതിന് ആളുണ്ടാവും. ഏതായാലും അൽഹംദുലില്ലാഹ് മഗ്രിബ് കഴിഞ്ഞു വന്ന ആളുകളാണ്. 11 മണി വരെ ഒരാളും അനങ്ങിയിട്ടില്ല. അതിനൊരു വലിയ ഖൈറാണ്. നാളെ 7 മണിക്ക്, എത്ര മണിക്ക് നിങ്ങൾ പറ, എന്നാലും മനസ്സിൽ 7 മണിക്ക് ലാ യസീദു വലാ യൻഖുസ്. പണ്ടാരോ വന്നാലും മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അസർ നടക്കുമെന്ന് പറഞ്ഞാലും വന്നാലും വന്നില്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങും. ഒരൊറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ മുത്തറസൂല് പറഞ്ഞൊരു കാര്യമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു വലിയ പ്രതിസന്ധിയില, എന്ത് ചെയ്യണമെന്നറിയില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് ഗൾഫിൽ. അല്ലാഹു ആ പാവപ്പെട്ട പ്രവാസികളെ കാക്കട്ടെ. MFIPയുടെ ലൈവിലൂടെ ആയിരക്കണക്കിന് പ്രവാസികൾ പ്രസംഗിപ്പ് ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. അല്ലാഹു ആ സാധുക്കളെ കാക്കട്ടെ. ഇപ്പൊ ആമീൻ പറഞ്ഞു. അവനാന്റെ ഭർത്താവിന് ഗൾഫിന്റെ കാര്യം വന്നപ്പോ എല്ലാവർക്കും ആമീൻ ഉണ്ടായി. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഒരു ആമീനും പറയാത്തവര് ഗൾഫിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ, ആമീൻ. എന്താ എന്റെ മാപ്പിള എവിടെ ഉണ്ട്? അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ. പാവപ്പെട്ട ഗൾഫുകാരൻ ഇപ്പൊ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ആദ്യമായിട്ടാണ് ഗൾഫിൽ പോയിട്ട് ഭാര്യ ഉമ്മായും വിളിച്ചിട്ട് പൈസ അയക്കല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാ ഭാര്യമാരും അയക്കല്ലേ, പൈസ അയക്കണ്ട, ബാങ്കിൽ ഇടല്ലേ, കുഴപ്പമാണ്. ആദ്യമായിട്ടൊരു ഗൾഫുകാരനുണ്ട് ഭാര്യ മക്കളും, ഇനി അയക്കല്ലേ എന്ന് പറഞ്ഞു. പാവപ്പെട്ട ഗൾഫുകാരൻ അത്തരന്റെ മണം മാത്രമേ അവനുള്ളൂ, വേറെ ഒന്നുമില്ല. അവൻ പാവമാണ്, ഗൾഫുകാരൻ. 1000 റിയാൽ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി അവൻ കൈ പിടിച്ചുകൊണ്ട് വരുമ്പോ ടാക്സി വിളിക്കും. അപ്പൊ പറയാം 10 റിയാൽ 10 റിയാൽ. അപ്പം ചിന്തിക്കും, പടച്ചോനെ 999 ബാക്കി വീട്ടയക്കാൻ പറ്റൂ. അവൻ ആ 10 റിയാൽ വെച്ച് 1000 തികച്ചിട്ട് 2 കിലോമീറ്റർ വെയിലത്തൂടെ നടന്ന് ലുലു എക്സ്ചേഞ്ചിൽ വന്നിട്ട് പൈസ ബാങ്കിൽ അയച്ചു കൊടുക്കും. 2 ഭാര്യയെ വിളിച്ചിട്ട് പറയും 1000 റിയാൽ അയച്ചിട്ടുണ്ട്. അവള് പെട്ടെന്ന് മൊബൈൽ എടുത്ത് പൈസ മാറാൻ വേണ്ടി 500 രൂപ കൊടുത്ത് കാറും വിളിച്ച് പോയി മാറ്റും. ഇതാണ് ഗൾഫുകാരൻ. അവൻ നടന്നു പോയിട്ട് അയച്ച പൈസ മേടിക്കാൻ 1000 രൂപയ്ക്ക് ടാക്സി വിളിച്ച് ഇവളവിടെ പോയി മാറ്റിയെടുക്കും. ഇതാണ് യഥാർത്ഥ ഗൾഫുകാരൻ. അവൻ അത്തരന്റെ മണമേ ഉള്ളൂ. 6 മാസം ലീവിന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് കടം മേടിച്ചിട്ട് വരും. 6 മാസം ഇവിടെ നിൽക്കുമ്പോൾ അതും കടവാകും. പിന്നെ ഇവിടെ നിന്ന് കടം മേടിച്ച് അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് ജോലി ചെയ്ത് അവിടെ നിന്ന് വാങ്ങിച്ചത് തീർക്കും. വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കടവാകും. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഈ വരുമ്പോൾ ഒരു പെട്ടിയും അങ്ങോട്ട് പോകുമ്പോൾ വീട്ടിൽ ഒരു കുട്ടിയും. ഇതിനപ്പുറത്തേക്ക് ഈ വർഷാവർഷം വന്നു പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കയ്യൊരു പെട്ടി ഉണ്ടാവും. ഇവിടെ നിന്ന് പിന്നെ തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് പാവപ്പെട്ടവരൊന്നുമില്ല. പിന്നെ ഒരു അത്തറിന്റെ മണമുണ്ട്. ഇപ്പം ഗൾഫ് മുഴുവനും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ധാരാളം ആളുകളെ പിടിച്ചുവിടപ്പെടുന്നു. സ്വദേശിവൽക്കരണം നടക്കുന്നു. തൃക്കരിപ്പൂരൊക്കെ ഒരു ഗൾഫിന്റെ മുകളിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. അങ്ങനല്ലേ? എവിടെ കച്ചവടമാണ്? തൃക്കരിപ്പൂരിൽ അങ്ങനെയാ, ഗൾഫാണ്. ഇതൊന്നും മനുഷ്യന്മാരൊന്നും ഉണ്ടാകുന്നില്ല. പ്രവാസികളല്ലേ കൂടുതൽ? റിയാലിന്റെ മണമാണോ അതോ ഗാന്ധിജിയുടെ മണമാണോ കൂടുതൽ? റിയാലും ദീർഘമൊക്കെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് ബറക്കത്ത് ചെയ്യട്ടെ. ഗൾഫുകാർ നല്ല സദഖ ചെയ്യും, കാരണം അവര് അത് കണ്ടുപഠിച്ചവരാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. വേറെ നിങ്ങളുടെ പുതിയ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു ദൗത്യം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് കടക്കുകയാണ് സ്വലാത്തിലേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രതിസന്ധി, ഏത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ നിയോഗത്തിലൂടെ പഠിപ്പിച്ചു തന്നു ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൃക്കരിപ്പൂരപ്പങ്ങളെ കൊടുക്കുക. വാക്കവി ഞങ്ങളുടെ നാട്ടിലാദ്യം വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. ഹബീബായ നബി ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ ചെന്നപ്പോ പാതിരാ സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ കിടന്ന് പൊട്ടിക്കരയാ. ഹബീബായ നബി ഞങ്ങൾ ചോദിച്ചു, ഫാത്തിമ മോളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കരയുന്നതെന്തിനാണ്? കൊച്ചുമക്കളുടെ കരച്ചിലിന്റെ കാരണം അന്വേഷിച്ച ഉപ്പയോട് നിറവാന കണ്ണുകളോട് ഫാത്തിമ പറഞ്ഞ മറുപടി, അൽ ജൂഉ യാ റസൂലല്ലാഹ്, അവറ്റകൾക്ക് വിശന്നിട്ട് കരയാണ് നബിയെ, അവറ്റകൾക്ക് വിശന്നിട്ട് കരയാണ് തിരുദൂതരെ. ഹബീബായ നബി ഞങ്ങളുടെ ഉള്ളു വിടന്നുപോയി. എന്റെ കരളിന്റെ ക്ഷണമായ ഫാത്തിമ പിറവിയെടുത്ത മക്കൾ പാതിരാ സമയത്ത് അർദ്ധരാത്രി കിടന്നിട്ട് വിശന്നിട്ട് ഉറക്കം വരാതെ കരയുന്നെന്ന് കേട്ടപ്പോ മുത്തു റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. എന്താണ് പകരം കൊടുക്കാൻ കഴിയുക? ആ സമയത്ത് പറഞ്ഞു, ഫാത്തിമ വീട്ടിൽ കൊടുക്കാനൊന്നുമില്ലത് അവർക്ക് നിനക്ക് മുല്ലപ്പാല് കൊടുത്തുകൂടെ ഫാത്തിമ? മുലപ്പാല് കൊടുത്തുകൂടെ മോളെ? അതിന് പകരം മറുപടി കിട്ടിയത് നിരത്താറെയുള്ള പൊട്ടിക്കരച്ചിലാണ്. പ്രിയപ്പെട്ട കരളിന്റെ കസനത്തിന്റെ കരച്ചിൽ കേട്ട് നോക്കുമ്പോ മുഖം പൂട്ടി വെച്ചിട്ട് കരയാണ് പൊന്നുമോ സ്വർഗസുരവാണികളുടെ നേതാവ്, സ്വർഗീയ പെണ്ണുങ്ങളുടെ നേതാവ്, നാളെ സ്വർഗത്തിന്റെ കൊടിപിടിക്കേണ്ട മകളാണെന്ന് പൊട്ടിക്കരയാണ്. എന്റെ മോളെ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഉപ്പാടെ മോള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി തിരുപ്പ പൊന്നുപ്പ. ഉപ്പാടെ മോള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി ഉപ്പ ഭക്ഷണം കഴിക്കാതെ മോളുടെ സ്ഥലങ്ങളിൽ മുലപ്പാല് പോലും മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ വറ്റിപ്പോയ ഉപ്പ. തൃക്കരിപ്പൂരിന്റെ സമൃദ്ധിയിൽ അല്ലാഹു നിലനിർത്തി തരട്ടെ. നീ വിനീത ദുആ ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കും പെങ്ങളെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ലോകത്തിന്റെ രാജാവായിരുന്നിട്ടും ഒരു വെള്ളി പോലും കൊട്ടാരത്തിലില്ലാതിരുന്ന രാജാവിന്റെ കഥ പറയുമ്പോ മുത്തു റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ മോള് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായോ? പട്ടിണി കാരണത്താൽ വയറൊട്ടുന്നുവോ, മുലപ്പാല് ഇല്ലാതാകുന്നുവോ? രാവിലെ സുബഹി കഴിഞ്ഞപ്പോ അറിയണേ ചെറുപ്പക്കാരാ, ലോകത്തോട് പറയണം റബീന്റെ ഈ പ്രഭാഷണ പേര്. രാവിലെ ഇറങ്ങി തിരിച്ചു മുത്തുനബി മുഹമ്മദ് മുസ്തഫ ജൂതന്റെ തോട്ടത്തിൽ പോയിട്ട്, ഞാൻ നിന്റെ മരങ്ങൾക്ക് വെള്ളം കോരി തരട്ടെയോ? ദീനാറുകൾ നിശ്ചയിച്ചിട്ട് ജൂതന്റെ തോട്ടത്തിൽ വെള്ളം കോരി കൊടുത്തു. ആ ജൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉറവിടത്തിലൂടെ തന്റെ റിസാലത്തിന്റെ തോലിന് തോൽപാത്രത്തിന് വെള്ളവും നനനുറച്ച് ഓരോ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ചുവട്ടിലും നനച്ചു കൊടുത്ത് കൂലിപ്പണിയെടുക്കുന്നു. ആരെന്നറിയോ? ഈ ദുനിയാവിൽ ഈ മണ്ണിന്റെ മുകളിൽ കാലിത വിട്ട് നടന്നവര് ഏറ്റവും ഉന്നതനായ പ്രവാചകൻ മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ഈ ഭൂമിയുടെ മുകളിൽ കാലിത വിട്ടിയവര് ഏറ്റവും ഉന്നതനായ പ്രവാചകൻ. ആ തോളിന്റെ മുകളിൽ വെള്ളം ചുമന്നുകൊണ്ട് ഈത്തപ്പന മരത്തിന് നനച്ചു കൊടുത്തു. അതിന്റെ ഇടയിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോ അറിയാതെ തോൽപാത്രം വെള്ളത്തിലേക്ക് വീണുപോയി. കിണറ്റിലേക്ക് വിഷാദ വിഷണ്ണനായി നിൽക്കുന്ന മുത്തിന്റെ മുമ്പിലേക്ക് കോപാക്രാന്തനായി ഓടിപ്പോയി തോട്ടമുടമയായ ജൂതന്, എന്റെ തോൽപാത്രം കിണറ്റിൽ കളഞ്ഞോടാ പരമദ്രോഹി. തന്റെ കൈവീശി അല്ലാഹുവിന്റെ റസൂലിന്റെ വലത്തെ ചുമലിലേക്ക് ആദ്യം പ്രകരിച്ചില്ല മുഅ്മിനീങ്ങളെ. ഹബീബായ മുത്തിന്റെ റിസാലത്തിന്റെ വലത്തെ തോളില് ജൂതന്റെ കൈവിരലുകളാടത്തിരിപ്പതിന് വേദന കൊണ്ട് പൊളയവേ, ഇറങ്ങടാ എന്റെ തോട്ടത്തിൽ നിന്ന്, ഇറങ്ങടാ എന്റെ തോട്ടത്തിൽ നിന്ന് ആക്രോശത്തോടെ പറയവേ,
എനിക്ക് തരാനുള്ള കൂലി നൽകണേ, തരാനുള്ള കൂലി നൽകണേ. ഇല്ല, നിനക്ക് തരാനുള്ള കൂലി നീ നഷ്ടപ്പെട്ട തോൽപാത്രത്തിന് പകരമായി ഒന്നുമില്ലെന്ന് പറയുമ്പോ ആ ചൂതന്റെ മുമ്പിൽ ഒരു സാധുവിനെ പോലെ നിന്നിട്ട് ഒന്നും തരാതെ വെറുകയോടെ മടക്കല്ലേ. എന്റെ ഫാത്തിമയും മക്കളും വീട്ടിൽ പട്ടിണിയിലാ. എന്റെ പൊന്നുമോള് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി. ഒരു കുമ്പിള് കാരക്കെങ്കിലും തരുമോ? അതേവരെ വെള്ളം കോരിയതിന് പകരമായി ഒരു കുമ്പിള് കാരക്ക കയ്യിൽ വാങ്ങിച്ചിട്ട് വേദനയും സഹിച്ച് മുത്തറസൂല് വീട്ടിലെത്തി. വാതിലിൽ മുട്ടി. പൊന്നുമോള് ഫാത്തിമ ലോകത്തിന്റെ വസന്തം വന്ന് വാതിൽ തുറന്നു നിന്ന മോളുടെ കയ്യിലേക്ക് തന്റെ കയ്യിലെടുക്കുന്ന കാരക്ക മോളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഫാത്തിമ കിതഅതു ഖബദി, പൊന്നുമോളെ കഴിച്ചോ മോളെ, ഉപ്പാടെ മോള് കഴിച്ചോടി പൊന്നുമോളെ, എന്നിട്ട് മക്കൾക്ക് മുലപ്പാല് കൊടുക്കുമോളെ എന്നും പറഞ്ഞ് താൻ അധ്വാനിച്ച കാരക്ക മോളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇറങ്ങി നിൽക്കവേ ഉപ്പാനെ വിളിച്ചപ്പോ എവിടെയെന്ന് ചോദിക്കുന്നതിന് മുമ്പേ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിഞ്ഞു നടക്കുമ്പോ തിരിഞ്ഞു നടക്കുന്ന ഉപ്പാന്റെ മുതുകിൽ അന്യന്റെ കൈയുടെ അടയാളം കണ്ട് ഓ വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി. ഫാത്തിമത്തു റളിയല്ലാഹു തആല അൻഹാ, ഉപ്പാ എന്തേ മോളെ, ഇതെന്താണ് ഉപ്പാ? വേണ്ട മോളെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗമാണ് ഒരുമിച്ച് കൂടാൻ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മകളുടെ മുമ്പിൽ നിന്ന് കടന്നുപോയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും ഒരു ഹറാമ് പോലും മക്കളെ തീറ്റിക്കരുത്, മക്കളെ തീറ്റിക്കരുത്. ഇത് പറയാനാണ് ഞാനിത് വന്നത്. നോട്ട് നിരോധിക്കട്ടെ, ബിസിനസ് തകരട്ടെ, എന്ത് വന്നാലും ചെറുപ്പക്കാരാ, മുത്ത് റസൂലിന്റെ നിയോഗം ഈ സമകാലീന ലോകത്തോട് പറയാനാണ്. നീ ഹറാമ് ചെയ്യരുത്, പലിശ വാങ്ങിക്കരുത്, തട്ടിപ്പ് നടത്തരുത്, മദ്യം വിൽക്കരുത്. നീ ഹലാലായി അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നിട്ടില്ലേ? ഏത് പ്രയാസം വന്നാലും ഈ തൃക്കരിപ്പൂരങ്ങാടിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 3 ചക്രമുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന, മത്തിക്കച്ചവടം തലയിൽ വെച്ച് നടത്തുന്ന, ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, മൻ കാന ലഹു സലാസഹവാ, ആർക്കെങ്കിലും 3 സഹോദരിമാരെ അല്ലാഹു തന്നാൽ ഔ സലാസബനാ, അല്ലെങ്കിൽ 3 പെൺമക്കളെ തന്നാൽ ആ സഹോദരിമാരെ മാന്യമായി കല്യാണം കഴിച്ചു വിടാനും ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ ആ പെൺമക്കളെ പഠിപ്പിക്കാനും അവരെ മാന്യമായി കല്യാണം കഴിച്ചു വിടാനും ഒരു സഹോദരനോ ഒരു പിതാവോ കൂലിപ്പണി ചെയ്താ അവൻ ഓട്ടോറിക്ഷ ഓടിച്ചാൽ ബഹുവക്കൽ മുജാഹിദ് സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തതുപോലെയോ നിന്റെ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാൻ ഹബീബായ നബി തങ്ങൾ ഈത്തപ്പന മരത്തിന് വെള്ളം കോരിയതെന്തിനാ? ഓരന്റെ മുമ്പിനെ ഉഹദ് പർവ്വതമാണ് വന്നിട്ട് ചോദിച്ചത്, ഞാൻ സ്വർണ്ണമായി തരട്ടെയോ? വേണ്ട വേണ്ട, ഞാൻ സ്വർണ്ണമാകട്ടെയോ? വേണ്ട വേണ്ട, ഞാൻ സ്വർണ്ണമാകട്ടെയോ? വേണ്ട വേണ്ട. ഇതെന്തോ ഒരു പ്രവാചകനാണ്. റസൂലേ ഖസം തമാമേ ഉമം ഗുലാമേ കറം വജൂദോ അദം ഖുദൂസോ കിദം ജഹാ മേ യാ തേരെ ലിയേ ഫരിശ്തേ കിദം റസൂലേ ഹഷം തമാമേ ഉമം ഗുലാമേ കറം. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് കാണിച്ചു തന്ന ഔദാര്യത്തിന്റെ നിഴലിലാണ് പിന്നെയുള്ളവർ ഓരോ നിന്നത്. അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ അനാദിയിലെ തീരുമാനമാണെന്ന് തമാമേ ഉമം, ഈ ലോകത്തിന്റെ പൂർണ്ണ മാതൃകയാണ് തിരുദൂതരെ. ആ സമയത്ത് കഠിനാധ്വാനം ചെയ്തു ഒരു കൂലി
കൂലിപ്പണിക്കാരൻ, ഒരു ഓട്ടോറിക്ഷക്കാരൻ ഫുട്പാത്തിൽ പൊരിവെയിലത്ത് കച്ചവടം ചെയ്തു. അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റസൂല് പകർത്തി തന്ന കൊളുത്തി തന്ന പ്രകാശങ്ങൾ ജീവിതത്തിൽ കൊളുത്തുക. ഇനി റസൂൽ എന്ന ഭർത്താവ്, ഇനി റസൂൽ എന്ന പിതാവ്, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. തന്റെ വീട്ടിൽ പട്ടിണി കൂടിയപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാലാചന്തയിലെ പുല്ല് കച്ചവടക്കാരനാണ്. ഫാത്തിമ എന്ന പരാതി പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, ഇങ്ങനെ ഒരു പട്ടിണിക്കാരനെയാണല്ലോ അങ്ങനെയൊക്കെ ഭർത്താവായി നിയമിച്ചു തന്നത്. എത്രയെത്ര സമ്പന്നന്മാർ അങ്ങയുടെ സഹാബത്തിലുണ്ടായിരുന്നു. പൊന്നുമോളുടെ ചോദ്യമാണ്, ഇങ്ങനെ ഒരു പട്ടിണിക്കാരനായ അലിയിനെയാണോ എനിക്ക് ഭർത്താവായി തന്നത്? പരാതി പറഞ്ഞ മകളോട് മറുപടി, മോളെ ഫാത്തിമ, അല്ലാഹു രണ്ട് പുരുഷന്മാരെ സ്വർഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. ആ രണ്ടുപേര് ആരാണ്? ഉപ്പ ഒന്ന് അബൂക്കി, നിന്റെ വാപ്പയാണ് മോളെ, ഞാനാണ് മോളെ. രണ്ട് സൗദുക്കി, നിന്റെ ഭർത്താവാണ് പൊന്നുമോളെ. പറയാൻ പറ്റോ? കാസർഗോഡ് പെണ്ണെ, തൃക്കരിപ്പൂര പെണ്ണെ, നിനക്കിട്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് ഉപ്പാന്റെ കണ്ണീരിന് വിലയില്ല, ഉമ്മാടെ മുലപ്പാലിന്റെ മണത്തിനും വിലയില്ല, അവൾ അനുഭവിച്ച താരാട്ടിനും പ്രശ്നമില്ല. നിനക്കിട്ടപ്പെട്ടവന്റെ കൈപിടിച്ചു പോകുമ്പോ വാപ്പ ഏൽപ്പിച്ചു തന്ന ഭർത്താവിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ, ഫാത്തിമ നീ ജീവിച്ചത് രണ്ട് സ്വർഗവാസികളുടെ കൂടെയാണ്. അബൂക്കി ഒന്ന് നിന്റെ ഉപ്പയാണ്, രണ്ട് സൗദുക്കി നിന്റെ ഭർത്താവാണ്. ഫാത്തിമ സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോ ഫാത്തിമയെല്ലാം മറന്നു, ഫാത്തിമയെല്ലാം മറന്നു. റളിയല്ലാഹു അൻഹാ, തൃക്കരിപ്പൂരപ്പങ്ങളെ, ഈ ലോകം അവസാനിക്കുന്നതാണ് ഫാത്തിമയ്ക്കറിയാം. പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിതിരങ്ങിക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല, പരലോകത്തിന്റെ പരമാനന്ദമാണ് പരികരണീയമെന്ന് കരുതി പാതിരാത്രി പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിനോട് ചോദിച്ചു, ഫാത്തിമ എനിക്ക് അല്ലാഹുവേ സ്വർഗം നൽകണേ അല്ലാ. അതുകൊണ്ട് റബീഇന്റെ ആദ്യത്തെ ദിവസം എഴുന്നേറ്റ് നിന്ന് സലാത്ത് ചൊല്ലി നമ്മൾ ദുആയിലോട്ട് കടക്കുന്നു. നാളെ ലക്ഷക്കണക്കിന് സലാത്തുകൾ സമാപനത്തിന് ചൊല്ലി നാളത്തെ രാത്രിയിൽ മലക്കുകൾ ആമീൻ പറയും, മലക്കുകൾ സലാത്ത് ചൊല്ലും. പെങ്ങളെ ഫാത്തിമയാവുക, ആധുനിക ലോകത്തിന്റെ അസുരഭാവങ്ങൾ വെടിയുക. അല്ലാഹുവേ എനിക്ക് സ്വർഗം വേണമല്ലാ, സ്വർഗം വേണമല്ലാ. അവിടെയല്ലേ ഏറ്റവും നല്ല സുഖമുള്ളത്. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. സ്വർഗത്തിൽ വേർപ്പൊലിക്കണ്ട, സ്വർഗത്തിന്റെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് ഇതാപ്പെട്ട കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഖുർആൻ പറയുന്നൊരു കാഴ്ചയുണ്ട്. അവരും അവരുടെ ഭാര്യമാരും അവരുടെ പൊന്നു മക്കളും മടിയിലിരുത്തിയിട്ട് അവര് സ്വർഗത്തിൽ ചാരിയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അവിടെ വരെ എത്തിക്കുമാറാകട്ടെ.